أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت مهين. ബഹുമാനമുള്ള ഉലമാക്കളെ, കുറേ കാലത്തെ ഒരാഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തന്നത്. അതായത് നമ്മൾ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആസ്പത്രികളുണ്ട്. ആയുർവേദ ആസ്പത്രി, ഹോമിയോപ്പതി ആസ്പത്രി, പിന്നെന്താണ് മറ്റേ ഫിസിയോതെറാപ്പി ആസ്പത്രി, ഇങ്ങനെ പല ആസ്പത്രി അല്ലേ. അവിടെ എല്ലാം ചെന്നാൽ കുറേ മരുന്നും ഉണ്ട്. പലതരത്തിലുള്ള കുടിക്കാനുള്ള മരുന്ന്, പുറത്ത് തേക്കാനുള്ള മരുന്ന്, ഇങ്ങനെ പല മരുന്നുകളും ഗുളികയായിട്ടും പൊടിയായിട്ടും കഷായമായിട്ടും ഗുളികയായിട്ടും. ഇതെല്ലാം എന്തിനുള്ളതാണ്? നമ്മളെ ഈ ശരീരത്തിൻ്റെ രോഗത്തിന് ചികിത്സിക്കാനുള്ളതാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ന കാണാൻ നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ തകർത്ത് നോക്കിയവരോട് മണ്ണുള്ളത്. അങ്ങനെ പറഞ്ഞില്ല, തീനി ഒരുപടി മണ്ണ്. അപ്പോൾ മണ്ണിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, കണ്ടൻസ് ഉണ്ട്. അതൊക്കെ ഈ ശരീരം അരിച്ചു പറിക്കാൻ കിട്ടൊരു കണ്ടൻസ്. ഇത് ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും കുറേ വസ്തുക്കൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിന് ഈ ബോഡിയാണ്. ഈ ബോഡി ഇതെന്താണ്? ആ ബോഡിക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ആ ശരീരം മണ്ണിലേക്ക് തന്നെ മടങ്ങുന്ന ഈ ശരീരത്തിനാണ് ഇത്രയും കോടി ഉറുപ്പികൾ ചിലവാകുന്ന ആസ്പത്രി നടക്കുന്നത് അല്ലേ. ഇനി മറ്റൊരു ആസ്പത്രി കാണാം. എന്താണെന്നറിയോ? നമ്മൾ സഞ്ചരിക്കാറുള്ള വണ്ടിക്ക് എന്തെങ്കിലും കേട് വെച്ചാൽ നന്നാക്കൽ ഓട്ടോമൊബൈൽസ് എന്തിൻ്റെ നമ്മൾ സഞ്ചരിക്കാറുള്ള വാഹനത്തിൻ്റെ ആസ്പത്രിയാണ് അല്ലേ. നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ വാഹനം നമുക്കിടങ്ങി പോകാനും വരാനും നമ്മൾ ആവശ്യം നടത്താനുള്ള ആ ആസ്പത്രിയാണ് ഏത്? ഓട്ടോമൊബൈൽസ്. പക്ഷേ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നമ്മളെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനുള്ളിൽ അത് ഇന്ന് ആരും ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല പറയുന്നത്. ഉള്ളിൽ യാത്രക്കാരനുണ്ട്. ആരാണത്? റൂഹ് എന്ന് പറഞ്ഞ സാധനം. ഈ റൂഹ് എന്താണ്? ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെട്ട മിൻ തീൻ, സൽസാലിൻ മിൻ തീൻ എന്ന് പറഞ്ഞില്ല, അല്ലാഹു തആല പറഞ്ഞു. ഈ ഉള്ളിലുള്ള റൂഹ് അള്ളാഹുവിനെക്കുള്ള ചേർക്കപ്പെട്ട സാധനമാണ്. യസ്അലൂനക അനിർ റൂഹി, പിന്നെന്താ പറഞ്ഞത്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റബ്ബിൻ്റെ കൽപ്പന എന്നല്ല അതിൻ്റെ അർത്ഥം. അമ്ര എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. കൽപ്പന എന്ന അർത്ഥമുണ്ട്, ഒരു കാര്യം എന്ന അർത്ഥമുണ്ട്. അല്ലാഹു തആല പടച്ച മറ്റൊരു ലോകത്തിൻ്റെ പേര് അമ്രു. അലാ ലഹുൽ ഖൽഖു വൽ അമ്രു. പടക്കലും കൽപ്പിക്കലും എന്നതല്ലോ അർത്ഥം. ആലമുൽ ഖൽഖാണ് ഈ കാണുന്നത്. ഇങ്ങനെ മണ്ണും വെള്ളവും തീയും കാറ്റും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകമാണ് ആലമുൽ ഖൽഖ്. അത് ആലമുൽ അമ്രെന്ന് പറഞ്ഞാൽ നമ്മളെ അക്കല് കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സെലക്ട് ചെയ്ത ആലമുൽ അമ്ർ. ഈ ആലമുൽ അമ്രിൽപ്പെട്ട സാധനമാണ് റൂഹ്. അപ്പോൾ ഖുലിൽ റൂഹ് മിൻ അംരി റബ്ബി, റബ്ബിൻ്റെ കൽപ്പനയിൽപ്പെട്ടത് എന്ന് പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറഞ്ഞാലേ അർത്ഥമല്ല. ആലമുൽ അമ്രിലാണ്. ആലമുൽ അമ്ർ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും കഴിയില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല എന്താ പറഞ്ഞത്? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്തുവാണോ? കുറേ ഇൽമ് വേണം. ആ ഇൽമിന് നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല. അള്ളാഹ്ക്ക് കഴിയാത്തതുകൊണ്ടല്ല, മുത്തുനബിക്ക് കഴിയാത്തതുകൊണ്ടല്ല, ഔലിയാക്കന്മാർക്ക് കഴിയാത്തതുകൊണ്ടല്ല. പറഞ്ഞാൽ തിരിയണ്ടേ?
ഇങ്ങനെ ഒച്ചപ്പാട് കേട്ട് പോയതുകൊണ്ട് കാര്യം ഫഹം കിട്ടുമോ? അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കിപ്പോൾ 2 ആസ്പത്രി ഉണ്ട് റോട്ടുമ്പോൾ അറിയേ അല്ലേ? എന്നാൽ മൂന്നാമത്തെ മഹത്തായ ഒരു ആസ്പത്രി പോകണം എവിടെ? ഈ റൂഹിനുണ്ടാകുന്ന കേടുപാടുകൾ തീർത്തിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇല്ലാമൻ അത്തല്ലാഹ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, ഇവിടെ കിട്ടിയ പദവികളെ കൊണ്ട് ഉപകാരമില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീമാകാം, എന്നിട്ട് അന്നേരടുത്ത് പോയാലേ എന്താവും? പരലോകത്ത് എന്തെങ്കിലും നിയമത്ത് കിട്ടും. അപ്പം കൽബിന് എല്ലാവർക്കും സലാമത്തുണ്ടാകും. മരിച്ച കൽബുകളുണ്ട്, മരിച്ച റൂഹിനെ ഉള്ളിൽ അങ്ങനെ ജീവനുണ്ടെന്ന് പറയാന്നേ ഉള്ളൂ. രോഗം പഠിച്ചതുണ്ട്, ഹയാത്തുള്ളതുണ്ട്. അപ്പം റൂഹിനാണ് പ്രാധാന്യം. അപ്പം അതിനുള്ള ആസ്പത്രി ഇപ്പോൾ എവിടെയും കാണുന്നില്ല, ഒരു തെറാപ്പിയുടെ കാണുന്നില്ല. പക്ഷേ ഇല്ലേ ദീനുൽ ഇസ്ലാമിന് ഉണ്ടെന്താനും ദീനുൽ ഇസ്ലാമും മാഫറത്തിനാക്കുന്ന കിതാബിന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഈ 2 ആസ്പത്രിയേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ കാണുന്നില്ലേ? അവിടെ ഡോക്ടർമാരുണ്ടാകും, അവിടെ എന്താ മരുന്ന് പിടിക്കുന്നത്? പക്ഷെ ഉണ്ട്. കൽബിൻ്റെ രോഗം മാറ്റാനുള്ള 5 മരുന്നിട്ടെന്ന് പറഞ്ഞു. അവലേക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. കൽബിൻ്റെ ഡോക്ടർമാരായ വലിയ 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 ഡോക്ടർമാർ വ്യാഖ്യാനിക്കുന്നുണ്ടാ? കൽബ് നന്നാക്കാൻ ആവശ്യമായ കൽബിൻ്റെ കേടുപാടുകൾ തീർത്തിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ടൊരു കൽബാകണം. അലാ വഹിയൽ കൽബൂൻ. ഇത് നന്നായ മുഴുവനും നന്നായി, ചീത്തയായ മുഴുവനും ചീത്തയായി എന്നല്ലേ പറഞ്ഞേ? ഇദാ സലാത്ത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ കൽബ്. അപ്പം ശരീരത്തിൻ്റെ പ്രകടമാകുന്ന വാക്ക്, പ്രവർത്തനം, സ്വഭാവം, ഹറക്കാത്ത്, സക്കനാത്ത്, ഖത്തറാത്ത് എല്ലാം നന്നാകണമെങ്കിൽ കൽബിനെന്ത് വേണം? നന്മ ഉണ്ടാവണം. കൽബിൽ നിന്ന് മോശമായി കഴിഞ്ഞാൽ ഇതെല്ലാം പടക്കായി. ലോകത്ത് ഏറ്റവും കൊള്ളരുതാത്ത ഒരു ജീവിയോ ഒരു ശൈ ഉണ്ടെങ്കിൽ മനുഷ്യനായി മാറും. ഇതുണ്ട, ഈ കൽബിന് വെച്ചുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്. ആ രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള മരുന്നുകളാണ് പറഞ്ഞത്. അതിൽ മറ്റേ ഇമാമിങ്ങളെ തൊട്ട് ഉദ്ധരിച്ചത് വദവാഉ കൽബിൻ ഖംസത്ത് 5. ഒന്നും തണ്ണിയത് അരുവികളോട് കൂടുതൽ പറയേണ്ടിയില്ലല്ലോ. അപ്പോൾ തിലാവത്തും ബി തദബ്ബുരിൽ മാന ആലോചിച്ചു കൊണ്ടുള്ള തിലാവത്ത്, അതൊക്കെ നേടിയൊക്കെ അള്ളാഹുത്തല വലിയ തോപ്പിക്കും. അത്രത്തോളം നമുക്കില്ല. തദബ്ബുറുൽ മാനയോടുകൂടി ഖുർആൻ ഓതിയ കൽബ് നന്നാവുന്നതിനപ്പുറം മറ്റൊന്നും വേണ്ട. ഒന്നാമത് എണ്ണി അല്ലേ? തദബ്ബുറുൽ മാന. 2 എന്താ? വലൽ ബത്നിൽ ഖല. വയറ് അധികം നിറക്കാതിരിക്കുക, വിശപ്പിന് മാത്രം ഭക്ഷണം കഴിക്കുക. വയറ് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽബ് ചീത്തയായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മയ്ക്കുന്നെന്താ അവിടെ മൂക്കറ്റം കെട്ടണം. ഒരു മംഗലത്തിനാണെങ്കിൽ 100 പരിപാടി ഇങ്ങനത്തെ ടേബിൾ കൂട്ടിയിട്ടാൽ ഒരേക്കർ ഭൂമിയുടെ ടേബിൾ വേണം. എന്നാണ് ഈ അടുത്തൊരു സ്ഥലത്ത് സലാത്ത് വാർഷികത്തിൽ ഞാൻ പോയി. 13 ചായൻ്റെ കടിയാന്ന് ഈ ടേബിൾ കൂട്ടിയിട്ടിട്ട് നിറച്ച് വെച്ചത്. ഈ 13 കടി ഞാൻ ഏത് വെച്ചാൽ നടക്കേണ്ടത്? ഉസ്താദിനെ ബഹുമാനിച്ചിട്ടാന്ന് തോന്നി. എന്ത് ബഹുമാനം? അതിനെല്ലാം ഇക്റാമ് എന്ന് പറഞ്ഞിട്ട് എന്താക്കി ഒരു സ്ഥാനപ്പേര് കൊടുത്തിട്ട് എല്ലാ മുങ്കറാത്തുകളും നന്നാക്കി തീർച്ചിട്ടുണ്ട്. ഇക്റാമു എന്തിക്റാമു? വയറധികം നിറക്കാതിരിക്കുക. കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞ്, ഉസ്താദെ കല്യാണത്തിന് പറ്റി വന്നാൽ എനിക്ക് ഭയങ്കര ഛർദ്ദി, വേറെ എവിടെയില്ല, നിങ്ങൾ കണക്ക് വെച്ച് നോക്കിയട്ടെ. എന്താണ്? നമ്മൾ കണക്കൊന്നും വെക്കണ്ട. എനിക്ക് തിരിഞ്ഞത് എന്താണ്? മംഗലപ്പുറക്ക് നെയ്ച്ചോറ്, ബിരിയാണി, കോയിലത്, പൊരിച്ചത്, മറ്റേത്, മന്തി, കുന്തി എന്നെല്ലാം പറഞ്ഞിട്ട് നിറച്ച് വെച്ച് ഇതെല്ലാം സാപ്പിടണം. സാപ്പിടുമ്പോൾ എന്താക്കണം? ചവച്ചിട്ട് സാപ്പിടാൻ കഴിഞ്ഞാൽ സമയത്തില്ല. അപ്പം എന്താക്കുക? ആടുകളും പശുക്കളും അയച്ചു കൊടുക്കുന്നതിൽ ഇർസാൽ തന്നെ പറയില്ലേ. അപ്പം ഇതുണ്ടാ വയറ് താങ്ങുന്നു. വയറ്റിനൊരു കപ്പാസിറ്റി ഇല്ല. അതിൻ്റെ അപ്പുറം ഓട്ടോറിക്ഷയിൽ 10 ആളൊക്കെ വെച്ചാൽ വണ്ടി കൊടുക്കുന്നുണ്ടോ? സ്റ്റേറ്റ് ബസ് കൊടുത്താണെങ്കിലല്ലേ ഇട്ടല്ലേ? നോക്കുമ്പോൾ എന്തായി പുരക്കത്തുമ്പോൾ ദേഹനക്കേട് വന്ന് ഛർദി. ഇതാണ് ഇനി കണക്ക് വെച്ച് നോക്കാം. മഷിയിട്ട് നോക്കിയോ ജിന്നാറിനകത്തൊന്നും വേണ്ട. ഇതാ പറഞ്ഞ മൊലിൽ ബത്തനിൽ ഹല. ഭാര്യയെ ആവശ്യത്തിന് മാത്രം നിറക്കുക, അല്പം ഭക്ഷണം കുറച്ച് പിടിക്കുക. പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പട്ടിണി കിടക്കണ പിന്നെ കുലു എന്ന് പറയണം. തനിച്ച പട്ടിണിയാണെങ്കിൽ കുലു എന്ന് പറയണ്ടല്ലോ അല്ലേ? മൂന്നാമത്തെ എന്താ പറഞ്ഞ? മുലയിലിൻ രാത്രി എണീച്ച് നിൽക്കിരിക്കുന്ന
ഒരു 2 റക്അത്തെങ്കിൽ 2 റക്അത്ത് എത്രയാണോ മാഷാ അല്ലാഹ് ആ ഖിയാമുൽ ലൈൽ. അതിൻ്റെ അപ്പുറം എന്താ പറഞ്ഞത്? വത്തളർറു ബിസ്സഹർ, പാതിരാ സമയത്ത് അത്താഴത്തിൻ്റെ സമയത്ത് അള്ളാഹിനെ കൊണ്ട് വളരെ ഭക്തിയോടുകൂടി താണുകയാണ് ദ്വാരക്കപ്പെട്ടത്. എൻ്റെ ഗർഭം എന്നാക്കി തന്നെ ആ സമയത്ത് പ്രത്യേകത അത് അള്ളാഹു തആലക്ക് കേൾക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദ്വായാണ്. അതല്ല മൂപ്പർ തന്നെ ഹെക്കമിൽ പറയും, നീ അള്ളാഹിനോട് ചെയ്യുന്ന ദ്വാര കൂട്ടത്തിൽ ഏറ്റവും മുന്തേന്തെന്നറിയോ? അള്ളാഹ് നിന്നോട് ആവശ്യപ്പെട്ട കാര്യം ചോദിക്കുന്നു. അള്ളാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ട എന്താ? തഖ്വ. എന്നാൽ പഠിച്ചോനെ ആത്മപ്രസന തഖ്വ എന്ന ദ്വാരത്തിലാണ് ദ്വായിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്വാര. ഇരിക്കുന്ന തന്നെ വരൂ. അവസാനം 5 എന്താ? മുജാലസാത്തു സാലിഹീനൽ ഫുളലാ, സാലിഹീങ്ങളായ മഹാന്മാരുടെ മുജാലസ. ലഫ്ലിൻ്റെ അർത്ഥം ഓരോ ഹലറത്തിൽ പോയി അങ്ങനെ ഇരിക്കരുത്, ഒന്നും പാടാടെ സുഹബത്തോടു കൂടി അടങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹയ്യയിലി മഹാസബാന്റെ ബാബിൽ പറഞ്ഞു, അങ്ങനെ നമുക്ക് ഇരുന്നിട്ട് കോഴ്സ് എടുക്കേണ്ട സാലിഹ്യങ്ങൾ ലോകത്ത് എത്ര ശതമാനമാണ് ഉള്ളത്? എവിടെയുള്ളത്? മൂപ്പർ തന്നെ പറയുന്നു, ഒമായിൻ അറഫ്തുന്നാസ ഇല്ലാ ദമംതുഹും, ആരെങ്കിലും കൂടെ കൂടിയാൽ ഞാൻ എന്തെങ്കിലും അവൻ്റെ തെറ്റ് കണ്ടെത്തും, അപ്പോൾ ഞാനത് വിമർശിക്കേണ്ടി വരും. അതുകൊണ്ട് ജസല്ലാഹു ഖൈറൻ കൊല്ലം അല്ലസ്തു ആയിരിക്കും. അറിയാത്ത കുറേ ആളുണ്ട്, ഓർക്കല്ല ഗുണം ചെയ്യട്ടെ. അറിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും പണ്ടേ മുസ്ലിം തന്നെ വെച്ച ആൾ ചിലപ്പോൾ സൂൾ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ മൂപ്പർ പറഞ്ഞു, അതിന് പോംബൈ വേണം. വ്യക്തമായ രീതിയിൽ സാലിഹ്യങ്ങളെ കയ്യിൽ കിട്ടാൻ ഞാൻ എന്ത് വേണം? ഒരു പോംബൈ വേണം. അതിനെന്താ വേണ്ടത്? കിബാറു സാലിഹ്യങ്ങളുടെ ചരിത്രം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലഫു സാലിഹ്യങ്ങൾ, ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഖത്ഈയായ ഇജ്മാ കൊണ്ട് ലോകം സമ്മതിച്ച സാലിഹ്യങ്ങളെ എത്രയോ ഉണ്ട്. ഇക്കാത്ത് സാഹിബിൽ എത്ര സുമറും മിൻഹാത്തി സാഹിബിൽ എത്ര അവരുടെ ത്യാഗങ്ങൾ, അവരുടെ കറാമാത്തുകൾ, അവരുടെ ഇബാദാത്തുകൾ, അവരുടെ സദക്ക. അവരെ എന്താക്കണം? ചരിത്രങ്ങൾ പഠിച്ചാൽ മുജാലസാൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. പക്ഷെ അന്ന് ഇപ്പോൾ എവിടെയും അധികം പഠിപ്പിക്കുന്നില്ല മുജാലസ. ആ മുജാലസയിൽപ്പെട്ടാണ് അവരുണ്ടാക്കി വെച്ച ദീനിന് ഖിദ്മത്തായി നമുക്ക് അനന്തരമായി ഉമ്മത്തിന് സമ്മാനിച്ച അവരുടെ ഉലൂമുകൾ ശേഖരിച്ച തസാനീഫുകൾ. ആ തസാനീഫ് വളരെ ബഹുമാനത്തോടെ അവരോടുള്ള മഹബത്തോടുകൂടി കരസ്ഥമാക്കണമെങ്കിൽ കൽബ് നന്നാകാൻ ഇനി അതിനപ്പുറം ഒന്നും വേണ്ട. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തഅയീദുൽ ഹഖീഖ എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞത്, നിനക്ക് ഇസ്ലാമിൻ്റെ കൽബ് നന്നാക്കുന്ന ഒരു ഇൽമ് വേണം, അതാ തസവ്വുഫ്. കൽബ് വെറുതെ നന്നാക്കിയാലൊന്നും ആവില്ല. ഇസ്ലാമിൻ്റെ ബേസിൽ കൂടി ഇത്തിബായിൽ കൂടി പോകണം. അതിന് പറ്റിയ കിതാബ് വേണം. എന്താ കിതാബ് തിരഞ്ഞെടുക്കുക? ബഹുമാനപ്പെട്ടവർ പറയുന്നത് നീ എന്താക്കണമെന്നറിയോ? ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഖുശൈരിൻ്റെ റിസാലത്തുൽ ഖുശൈരി എന്ന കിതാബിൽ കൂടി തസവ്വുഫ് പഠിക്കും. തസവ്വുഫിൻ്റെ മേഖലയിൽ കുറേ പഴകിയ കിതാബാണ്. അതുപോലെ രണ്ടാമത് ഇഹ്യാ ഉലൂമുദ്ദീൻ പഠിക്കണം. മൂന്നാമത്തത് പിന്നെ അവാരിഫുൽ മാരിഫ്, ഇമാം സുഹ്റവർദി തങ്ങളുടെ അവാരിഫുൽ മാരിഫ് പഠിക്കണം. അതുപോലെ മറ്റൊന്നേതാ? ഇബ്നു അത്താഇല്ല സിക്കന്ദരി തങ്ങളുടെ തസാനീഫുകൾ പഠിക്കണം. എന്നെന്തായി? വളവില്ലാത്ത, ചെരിവില്ലാത്ത, കുണ്ടില്ലാത്ത, കൊടിയില്ലാത്ത, അപകടങ്ങളൊന്നും ഇല്ലാത്ത എന്ത് തസവ്വുഫിൻ്റെ പാതയ്ക്ക് വെട്ടിത്തെളിച്ചു. അപ്പം അതിൽ എന്താ തസവ്വുഫിൻ്റെ എന്തെങ്കിലും ഒരു കിതാബ് വേണം എന്ന് പലപ്പോഴായിട്ട് ഷിഹാബ് ഉസ്താദും മറ്റേ നവാസ് ഉസ്താദും കൂടി പറയുമ്പോൾ ഇനി ഇജാബത്ത് ചെയ്യണ്ടേ? ഇജാബത്ത് ഇങ്ങനെ മുമാത്തലത്തല്ല, ഉരുട്ടിക്കൊണ്ടപ്പോക്കല്ല, എന്താകണമെന്ന് ഇസ്തിഖാറത്ത് ചെയ്തിട്ട് അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നവരെ കാത്തിരിക്കുക. അപ്പോൾ റബീഉൽ അവ്വൽ മാസം ഒരു തിങ്കളാഴ്ച ദിവസം നമുക്ക് അല്ലാഹു തആല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തോന്നിക്കും. ആരാണ് ഇബ്നു അത്താഇല്ല ഈ സംഘം? അതുപോലെ നമുക്ക് ഈ കുറച്ചും കൂടെ കൂട്ടി പറയാം. അബ്ദുൽ വഹാബ് ഷാറാനി ഇമാമിൻ്റെ കിതാബ് ആയിരക്കണക്കിന് കിതാബാണ്, ആയിരക്കണക്കിന്. അതെല്ലാം വായിച്ചാൽ തന്നെ കൽബുകൾ അങ്ങ് തെളിഞ്ഞില്ലേ? കൽബിൻ്റെ മാലിന്യങ്ങൾ പോയി. ഹസദില്ല, ഹിഖദില്ല, ഗില്ലില്ല, ഹുബ്ബുദ് ദുനിയയില്ല, ഹുബ്ബുൽ മാലില്ല, സലീമായ കൽബായിട്ട് വരും. അപ്പോൾ മുജാലസാത്തു സാലിഹീനൽ ഫുളല. അപ്പോൾ മുജാലസാത്ത് വരുത്തിയിരിക്കൽ എന്ന് മാത്രമല്ല അർത്ഥം, അവരുടെ കിതാബിൻ മുതാലയ ചെയ്യലും അത് ദർസ് നടത്തലും അതിലേക്ക് ഇസ്തിമാഅ്, അതിൻ്റെ വേണ്ടുന്ന എന്തെല്ലാം ഖിദ്മത്ത് ചെയ്യുകയോ അവരുടെ കൽബങ്ങ് നന്നു.
കൽബ് നന്നായാൽ അള്ളാഹിനെ നോട്ടെടുത്തേക്കാന്ന് അടിയാൻ്റെ കൽബിലേക്ക്. അപ്പം മൂന്നാമത്തെ ആസ്പത്രി നമുക്ക് അടുക്കും. കൽബ് റിപ്പയർ ആക്കാനുള്ള മൂന്നാമത്തെ ആസ്പത്രി ലോകത്ത് കിട്ടാത്ത ഒരു ആസ്പത്രി ഇതല്ലേ വേണ്ടി. ആരാണ് അപ്പം ഈ കിതാബ് പഠിക്കുന്ന അവസരത്തിൽ മുസന്നിഫിനെ സംബന്ധിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. ഇതാണ് ഇബ്നു അത്താഇല്ല. ആദ്യമായി നമുക്ക് ചിന്തിക്കാം, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഷാദിലി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട ഔലിയാക്കളുടെ സുൽത്താൻ. അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ വന്നിട്ടുണ്ട്, നിഫാ ഷെയ്ഖ് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത കാലത്തായ ദീനിൻ്റെ മുജദ്ദിദീങ്ങളായിട്ടൊക്കെ വന്നു അബുൽ ഹസൻ ഷാദിലി തങ്ങൾ. അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ ആയിരക്കണക്കിന് മുരീദന്മാരുടെ പ്രസിഡന്റാണ് ആര്? അബുൽ അബ്ബാസുൽ മുർസി. ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ 40-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ സിദ്ദീഖിയത്തിൻ്റെ മക്കാമ മുപ്പർ സമ്മാനിച്ചത്. 30-ാമത്തെ വയസ്സിന് ഖിലാഫത്ത് കൊടുത്തു. എന്നിട്ട് 10 വർഷം കഴിയട്ടെ സിദ്ദീഖത്തുൽ ഉലമ നിൽക്കാൻ. ആ അബുൽ അബ്ബാസുൽ മുർസിയുടെ ശിഷ്യനാണ്, മുരീദാണ് ആര്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. പൂർണ്ണമായ പേര് പറഞ്ഞാൽ ഇത് അപ്പുറത്ത് കാണാം. അത് ഷാരിഹി, അതാ ഉണ്ട്. ഇത് തിരുവറിയാ. അതാ അൽ ഇമാമുൽ ഫഖീഹുർ റാസിഖു. ഫഖീഹ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫിഖ്ഹിലുള്ള ഉന്നതരായ മുഖ്തദാബിഹിയ ഇമാമാണ്. പ്രത്യേകിച്ച് മാലിക്കി വർഗം. നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫഖീഹല്ലേ. എന്നതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലുള്ള ഫഖീഹാണ് ആര്? ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ. അപ്പം വെറും സൂഫിയായിട്ട് കോലം കെട്ടി ദിക്റും ചൊല്ലി നടക്കുന്ന ആളൊന്നുമല്ല. ഫിഖ്ഹിയ കിതാബിന് മുമ്പർക്ക് ഒരുപാട് ശറഹുണ്ട്. അലമു സിദ്ദീഖീന വ മുറബ്ബിൽ ആരിഫീന താജുദ്ദീൻ ഓരോ ലഖബ്. അബുൽ ഫضൽ എന്ന കുഞ്ഞത്തുണ്ട്, അബുൽ അബ്ബാസ് എന്നുള്ള കുഞ്ഞത്തുണ്ട്. അഹമ്മദ് ബിനു അബീബക്കർ മുഹമ്മദ്, അബൂബക്കർ മുഹമ്മദ് 1, ഇബ്നു അബി മുഹമ്മദിൻ അബ്ദുൽ കരീം, ഇബ്നു അത്താഇല്ലാഹ്, ഇബ്നു അബ്ദുർ റഹ്മാൻ, ഇബ്നു അൽ ഖാസിമിൽ ജുദാമിയു നസബൻ. ജുദാമി എന്ന് പറഞ്ഞാൽ അത് അന്നിസ്ബത്തുൻ ഇലാ ഖബീലത്തിൻ യമനിയത്തി, യമനിയായ ഒരു കബീലയ്ക്ക് നിസ്മാണ് ജുദാമി. പിന്നെ അൽ മാലിക്കിയു മദ്ഹബൻ. പിന്നെ ഇതാ അഷാദുലിയു മഷ്റബൻ. ഷാദുലി എടുത്തേക്ക നിസ്ബ അബുൽ അബ്ബാസ് അൽ മുർസി, അവരുടെ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി. നമ്മളെ കേരളത്തിലെ ഷാദിരിക്കത്തെല്ലാം പോകുന്ന ഉപ്പർ കൂടിയാണ്. മുനേരി ആയാലും ഇതൊക്കെയുള്ള, പിന്നെ ഉമർ ഷാദിലി ആയാലും ഇതൊക്കെയുള്ള കേരളത്തിലുള്ള ഷാദിലി തരീക്കത്തെല്ലാം പോകുന്നത് ഇബ്നു അത്താഇല്ലാഹി തങ്ങളെ ടച്ച് ചെയ്തിട്ടാണ്. അബുൽ അബ്ബാസ് അൽ മുർസി, അവരുടെ ഷെയ്ഖ് അത് അബുൽ ഹസൻ ഷാദുലി. അതിനുശേഷം സിൽസിലമാവും. അത് നമ്മൾ കൃത്യമായ എണ്ണം പറഞ്ഞത് നമ്മളെ സ്ഥലത്തിലുണ്ട്. പിന്നെ അൽ ഇസ്കന്ദരിയോ സുമ്മൽ കാഹിരിയോ. ഇസ്കന്ദരി മൂപ്പർ സ്വന്തം നാടാണ്. കാഹിരിയിൽ വന്നിട്ട് മൂപ്പർ താമസമാക്കി അവിടെയാണ് ഒപ്പത്തായത്. അവിടെ മൂപ്പർ ദർശനും ബാലിനുമായിട്ട് വന്നിട്ട് അവിടെ തന്നെ കുറേ കാലം. ഈജിപ്തിൽ എപ്പം തീർത്തിന് പോകാൻ പറ്റത്തില്ലല്ലേ. അൽ ഖറാഫിയു മസാറൻ. മസാർ കിടക്കുന്ന ഖറാഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ പ്രത്യേക കബറാണ്. എല്ലാവരും ചെയ്യാത്ത ഇന്ന് നമ്മൾ അജ്മീരേക്ക് പോകുന്നത് പോലെ മിസ്രിൽ പോയാൽ ഇബ്നു അത്താഇല്ലാഹി തങ്ങളെ ടച്ച് ചെയ്യാത്ത പോകുന്ന ആരും ഉണ്ടാവില്ല. അതാ. എന്നിട്ടോ മൂപ്പറെ പറ്റി എന്താ പറയുന്നത്? വയദ്ഹറു അന്നൽ ഇമാമ കാന മിൻ ഉസ്റത്തി ഇൽമിൻ വ മജ്ദി. വലിയ ഇൽമിൻ്റെയും പദവിയുടെയും കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ആര്? ഇമാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ജ്യേഷ്ഠന്മാരും അനുജന്മാരും കുടുംബക്കാരും ഉപ്പാപ്പന്മാരൊക്കെ വലിയ 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 ഉന്നതരായ ആലിമികളാണ്. അപ്പോൾ ഈ ദേശം വായിക്കുന്നതിനെ കുറച്ച് മനസ്സിലാക്കണമല്ലോ. ഫജദ്ദുഹു ഫഖീറുൻ കബീറുൻ മിൻ ഫുഖഹാഇൽ മാലിക്കിയ്യ. മാലിക്കി മദ്ഹബിലുള്ള ഫുഖഹാക്കന്മാരിൽപ്പെട്ട വലിയൊരു ഫഖീഹാണ് ജദ്ദ്, പടുപ്പ. വഖദ് വരിസൽ ഇമാമു ഹാദൽ മൻസിബ അൻഹു ബഅദ സുലൂഖിഹി ഫി തരീഖിൽ ഖൗം. അങ്ങനെ പേരക്കുട്ടിയല്ലേ നമ്മളെ മുസന്നിഫ്. ഇവർക്ക് ഈ പദവി കരസ്ഥമാക്കി, ഉപ്പാപ്പ എത്തിയ പദവി കരസ്ഥമാക്കിയത് അബുൽ അബ്ബാസ് അൽ മുർസിയിൽ കൂടി തരീഖുൽ ഖൗമിൽ പ്രവേശിച്ചതിന് ശേഷം. കമാ യദ്ഹറു ഹാദൽ അസറുൽ ഇൽമിയ്യു ഫീ അഖിൽ ഇമാമി ഇബ്നു അത്താഇല്ലാഹി തങ്ങളുടെ സഹോദരനിലും ഈ മാതിരിയുള്ള ഇൽമിൻ്റെ ബഹറായിരുന്നു എന്ന് പറയും സഹോദരന്മാർ. ഏതായിക്കട്ടെ,
കമാ യദ്ഹറു ഹാദാ ഫിൽ കുറച്ച് കട്ടാക്കിനി കമാ യദ്ഹറു ഹാദാ ഫിൽ അൽഖാബിൽ ഫഖീമത്തി ലിഹാദിഹിൽ നുസ്റത്തിൽ കരീമ. ഈ കുടുംബത്തിലെ താജുദ്ദീൻ എന്നാണ് അതീയ പേര്. താജുദ്ദീൻ ഫഅഖുൽ ഇമാമി ഹുനാ ലുഖിമ ബി മുഫ്തിൽ ഇസ്ലാം. ഇമാമിന്റെ സഹോദരന് മുഫ്തിൽ ഇസ്ലാം എന്ന് പേര്. വജുംലത്തും മിൻ അജ്ദാദിഹി നുഅതു ബിൽ ഇമാമത്തി വൽ ഇൽമി. പിതാക്കന്മാരുടെ ജദ്ദിന്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇമാം അൽ ഇമാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫലാ ഗർവ അൻ യകൂന താജുദ്ദീൻ അഹദുൽ അലാമിൽ മുബദ്ദിസീൻ. അതുകൊണ്ട് താജുദ്ദീൻ എന്ന പേരിലാണ് മൂപ്പർ അറിയപ്പെടുന്നത്. ഇനിയോ വലൈസ ബൈന ഐദീന തവീലു ഹദീസിൻ അൻ അയ്യാമി തലബി വത്തലക്കി. മൂപ്പർ ഇൽമ പഠിക്കാൻ പോയതും ഉസ്താദമാരെ കാണാൻ പോയതിനെ കുറിച്ച് വിശാലമായ ചരിത്രം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് മൂപ്പർക്ക് ദുഹൂറുണ്ടാകുന്നത്. ഇല്ല അന്നൽ ഹാഫിദ് ഇബ്നു ഹജർ നഖല അന്നൽ ഇമാം ഇബ്നു അബ്ദുല്ലാഹി സെക്കന്ദരി ശാറക ഫിൽ ഫിഖ്ഹി വൽ അദബി. ഫിഖ്ഹിലും തസവുഫിൻ്റെ വിഷയത്തിലും ഭാഷാ സാഹിത്യത്തിൻ്റെ വിഷയത്തിലെല്ലാം വലിയ പദവിയുടേവരാണ് ഇമാമ് എന്നുള്ളത് നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. وسمع من أبي المعالي أحمد بن إسحاق الأبرقوحي وهو يومها سيد مسند الديار المصرية. മിസ്രി നാട്ടിൽ ഹദീസിൻ്റെ ഇസ്നാദിൻ്റെ നേതാവാണ് ഇത് അഹമ്മദ് ബിൻ ഇസ്ഹാഖ്. അവർ വെക്കുന്ന ഹദീസ് പഠിച്ചിട്ടുണ്ട്. ബൽ സർവഹ ബി തഹദീസ് അൻഹു ഫി ബഅദി റിവായാത്തിൽ മുസ്നദത്തി ഫി ലതായിഫിൽ മിനൻ. ലതായിഫുൽ മിനൻ എന്ന കിതാബില്ലേ, നമുക്ക് ഒന്നാണ് നോക്കിയത്. അതിൽ കുറേ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ സനദിൽ ആരെണ്ണീയിട്ടുണ്ട്? അഹമ്മദ് ബിൻ ഇസ്ഹാഖിൽ എണ്ണീയിട്ടുണ്ട്. അവർ ഉസ്താദന്മാർ അറിയിച്ചു. വഖറഅൻ നഹവ അലാ മുഹയ്യിദ്ദീൻ അൽ മാസൂനി നവക്കുന്ന നഹവോദി വഹുവ ശൈഖുൻ നുഹാത്ത് ഫി തിൽക്കൽ ദിയാർ. ആ കാലത്ത് നഹബിൻ്റെ വലിയ ഷെയ്ഖായിരുന്നു. അപ്പോൾ ഏതായാലും ലാഹിറായ ഇൽമിലി അഗാധമായ പണ്ഡിത്തുള്ളവർ തസവുഫിലേക്ക് അന്ന് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാനൊരു കാരണമുണ്ട്. ആദ്യം തസവുഫിനെ അതെല്ലാം കുറെ ദിക്ർ ചെല്ലാനും ചോറയിക്കാനുണ്ടാകുന്ന കുറച്ച് പറയും. എന്ത് ജനങ്ങളെ കളി കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. ആ സംശയങ്ങൾ മുഴുവൻ അബുൽ അബ്ബാസ് മുർസിലേക്ക് എത്തിയപ്പോൾ മൂപ്പർക്ക് തീർന്നു. അതാ പറയട്ടെ. മുഅല്ലിമാം ഇബ്നു അത്തായില്ല റളിയല്ലാഹു അൻഹു ലം യകും മിനല്ലദീന വസലു ഇലാ റുതുബത്തിൽ ഇഹ്സാൻ. ഏത് ഇഹ്സാൻ? ഇസ്ലാം, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ മൂന്നെണ്ണമാണല്ലോ ദീനിൻ്റെ റുക്നുകൾ. ഈമാൻ വിശ്വാസ കാര്യങ്ങൾ, ഇസ്ലാമോ നോമ്പ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ കർമ്മങ്ങൾ. ഇഹ്സാൻ ഏതാ? ഖൽബ് നന്നാക്കാൻ. കാൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. അള്ളാഹിനെ കാണും പോലത്തെ ഇബാദത്ത് എടുക്കൽ അല്ലേ? അപ്പോൾ മുശാഹദൻ്റെ മർത്തബത്തെല്ലാം ഏത് ഇഹ്സാൻ. ഇത് മൂപ്പർ വന്ന് കേട്ട് പഠിച്ച ഒരു കാണാപ്പാടാക്കിയ വിഷയമല്ല, മൂപ്പർ അനുഭവിച്ച് തഹക്കുക്കായ ആളാന്ന് പറഞ്ഞു. കാരണം നമ്മൾ കേട്ട് പഠിച്ചൊരു വാചാലമായി പ്രസംഗിക്കല്ല, പക്ഷെ ആ വിഷയത്തിൽ ഇവൻ ഉൾക്കൊള്ളണ്ടെന്നും. പഞ്ചസാര 1000 വട്ടം പറഞ്ഞാലും വായിക്കും അതിലുണ്ടാവില്ലല്ലോ. എന്താ തസ്ബീഹ് പിടിച്ചിട്ട് പഞ്ചസാര എന്ന് വായോണ്ട് ഇങ്ങനെ പറയാം, വായി മതുക്കോ. ഇതേപോലെ തസവുഫിൻ്റെ കുറേ ഭാഗം അങ്ങനെ എന്നിട്ട് എഴുന്നില്ല മകലപ്പരക്കെന്തെല്ലാം പ്രസംഗിച്ച് 4 കൂടുമ്പോൾ ഇയാൾ പട്ടിട്ട്. അതേമാതിരി വെറും സമാഅ് തഖ്ലീദല്ല. ചിലതുണ്ടാക്കുന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് അധ്വാനങ്ങളൊന്നും ഇല്ലാതെ കണ്ടല്ല അള്ളാഹു ഇട്ടുകൊടുത്തിട്ടില്ല. വിലാസം ഇട്ടുകൊടുക്കും. അങ്ങനെ എത്രയോ ആളുണ്ട്. ആ കൂട്ടത്തിലുമല്ല. وكان قد سمع أن الصوفية الذين ضمتهم الزوايا أصحاب دعاوى عريضة. ഈ ദാബികളെ മൂലക്ക് പോയിട്ട് കുറേ ദിക്റും ചൊല്ലി കുറേ കട്ടൻ കാപ്പിയും കുടിച്ച് കുറേ ചോറും വെച്ചെല്ലാം കൂടെ കൂടുന്നത് വെറും ദാബ പറയാന്നല്ലാണ്ട് കാതലൊന്നും അതിലില്ല എന്ന് മൂപ്പർ ആദ്യം പറയാതെ. എന്നുകൊണ്ട് ചില ആളെ കളി കണ്ടിട്ട് അങ്ങനെ ഈ സൂഫിയാക്കളെ വിമർശിക്കപ്പെടാൻ കാരണം എന്താ? സൂഫി കോലം കെട്ടിയ കുറേ കള്ളന്മാരുണ്ട്. അഖീദ പരിശോധിച്ചാൽ മിക്കവാറും ശിയത്താണ്, ചിലർക്ക് മുശ്രിക്കാണ്. സ്വാമിമാർ അഖീദ ഉണ്ട് ഒരിടത്തും. ഇസ്ലാമിൻ്റെ അഖീദയോടെ പോയി അള്ളാഹിനെ അടക്കാനും തൂക്കാനൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടല്ലോ. കുറേ കാലം മുമ്പേ എത്തോളം എന്നെ പോകാൻ പഠിക്കും. അള്ളാഹ്ക്ക് ഹദ്ദില്ലേ? ഞാൻ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഹദ്ദില്ല. ഹദ്ദെന്ന് പറഞ്ഞാൽ എന്താ?
ഇവിടെ അളത്തത്തിലോ നൂട്ടത്തിലോ വിരുപ്പത്തിലോ തൂക്കത്തിലോ നിങ്ങൾ ഒതുക്കലല്ലേ ഹദ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ശേഷം പഠിപ്പിച്ചതുപോലെ ഹദ്ദുണ്ട്. ഞാൻ ചോദിച്ചു ടാപ്പ് വെച്ചിട്ടാണ് എന്നിട്ട് അള്ളാഹ് എത്ര തുലാസ് വെച്ച് തൂക്കിയിട്ട് എത്ര കിലോണ്ടെന്ന് കിട്ടല്? ഇയാൾ കെട്ടി പറയുന്നത് ഞാൻ ഇപ്പോൾ പോണങ്ങ് ചാടിയിട്ട് പോണാകെ കൊടുക്ക ഇപ്പം ഇന്ന് വന്നിട്ടില്ല. ആ പോണ പിന്നെ പോയി കഴിഞ്ഞില്ല. അള്ളാഹ്ക്ക് ഹദ്ദുണ്ട്. പിന്നെ എന്തൊക്കെയോ പഠിപ്പിക്കും. മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയാനായിട്ട് ഔറാദ് ഉണ്ടാക്കിയ തരീഖത്തുകാരുണ്ട്. എന്തിനാ മുആവിയ തങ്ങൾ ചീത്ത പറയുന്നത്? മുആവിയ തങ്ങളുടെ മകനാണ് ആര്? യസീദ്. യസീദിൻ്റെ പട്ടാളക്കാരാണ് അഹ്ലു ബൈത്തിനെ കൊന്നത് കർബലയിൽ. അപ്പം അഹ്ലു ബൈത്തിനെ കൊന്നതിൻ്റെ ഉത്തരവാദിത്തം മുആവിയക്കുണ്ട്. എന്താന്ന്? ഉപ്പാൻ്റെ പാത്തിൽ. അതുകൊണ്ട് നമ്മ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളാണ് മുആവിയനെ ചീത്ത പറയണം. ഇന്ന് നടക്കുന്ന തരീഖത്തുകളായിട്ട്. അപ്പോൾ ആടെ പച്ച സാലിട്ടാളുണ്ട്, എടുത്ത് അടി വെച്ചാലുണ്ട് എന്ന് വന്നിട്ട് പോയി കൂടിയാൽ പിന്നീട് എടുത്തുണ്ടാവില്ല, വെച്ചുണ്ടാവില്ല. അതിനേക്കാണ് നല്ല നേരത്തെ നടക്കല. അതാ അപ്പം പഠിക്കേണ്ടത്. ഓരോ ആദ്യം ബാധിക്കും അമ്മത്തഹമ്മദ് അസ്ഹാബ് ദഅവ അലില്ല. നീട്ടി വലിച്ച ഒരുപാട് വാദങ്ങൾ കോലാഹലങ്ങളല്ലാതെ ഓരത്ത് കാതലായിട്ടൊന്നുമില്ല. അള്ളാഹിനെ കണ്ടിട്ട് വർത്തനം പറഞ്ഞില്ല പറയലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം വഴി കിട്ടിയെന്ന് ആക്കുമ്പോൾ കണ്ടു. ഇത് ലൈസ ബാഹിറായ ഇൽമുണ്ടല്ലോ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാഹിറായ ഇൽമ് കരസ്ഥമാക്കിയിട്ട് അതിൻ്റെ അപ്പുറം വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ആ സബീലും യുസ്ലക്കും എല്ലാം മറ്റൊരു മാർഗത്തിൽ പ്രവേശിക്കാനും ഇല്ല. ഈ സൂഫിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ജനങ്ങളെ വളർച്ചയെത്തിയിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. അത് വെറും ഖുറാഫാത്ത് മാത്രമാണ്. ഖുറാഫാത്ത് എന്നുണ്ടെന്നുണ്ട്. ഖുറാഫാത്തിൻ്റെ അസൽ എന്താന്ന് ബഹറുൽ മദീദി പറഞ്ഞത്, ഒരാളെ കുട്ടിക്കാലത്തെ ജിന്ന് തട്ടിക്കൊണ്ട് പോകും, പിന്നെ നാട്ടിലില്ല, ജിന്നുകളെ കൂട്ടത്തിലാണ് വളരുക. അവരെ വർത്തമാനം കേട്ട് നോക്കുമ്പോൾ എന്താന്ന് ഒന്നും തിരിയുന്നില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും തിരിയുന്നു. അയാൾ ഒരു നാട്ടിൽ വന്നപ്പോൾ ഇയാളുടെ ഭാഷ ആർക്കും തിരിയുന്നില്ല. ഒരു ബുദ്ധിയുള്ള മനുഷ്യനിക്ക് വ്യാഖ്യാനിക്കാനാവില്ല. അപ്പോൾ ആളെ വിളിച്ചത് ഇയാളെ ഖുറാഫിയാണ്. അങ്ങനെയാണ് ഖുറാഫത്ത് പിടിച്ചത്. അങ്ങനത്തെയുള്ള ഖുറാഫത്തുകളാണ് ഇവർ പറയുന്നത്. ലാ റസീദ ലഹു മിനൽ യഖീൻ, യഖീനിൽപ്പെട്ട ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വലാ കിസ്വത റിളൻ അലൈഹി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ വക്കൽ നിന്ന് പൊരുത്തപ്പെട്ട് സമ്മാനിക്കുന്ന ഒരു പുതപ്പും ഒരു വസ്ത്രവും അവർക്കില്ല. അപ്പം സൂഫിയാക്കളെ മൊത്തത്തിൽ എന്താക്കി മൂപ്പറങ്ങ് ആക്ഷേപിച്ചു തുടങ്ങി. വൽനത്റുകി ശൈഖൽ ഇമാം ഇബ്നു അത്താ യുഹദ്ദിസുനാ അൻ ബുസ്ലത്തി ബിതരീഖിൽ ഖൗമിൽ മുസ്തഫൈനൽ അഖ്യാർ. അല്ലാഹു തആല തെരഞ്ഞെടുത്ത മുസ്തഫീങ്ങളായ തരീഖിലേക്ക് മൂപ്പർ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് മൂപ്പർ തന്നെ സംസാരിക്കട്ടെ. നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല മടുത്തുപോയി പറയണേ. എനിക്ക് ഏത് ആ കിതാബിലില്ല, ഉണ്ടാവില്ല. وكيف انقلبت به الحال من منكر عنيد عتيد إلى صديق مؤتمن على طريق القوم. വല്ലാതെ നിശിതമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇതിൻ്റെ വേണ്ടി ഖിദ്മത്ത് ചെയ്ത് കിതാബ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ള സൂഫിയാക്കളെ ആരായി മുക്തതയായി മാറിയത് ഇവർക്ക് പരിവർത്തനം വന്നത് എന്താണ്? വഹുവ ഹദീസുൻ വഷ്തഹറ, അത് വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവമാണ്. ഹത്താ സാറ ഇബ്റത്തൻ മിനൽ ഇബർ, അതായത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു പാഠം. ആദ്യം എത്ര എതിർത്തിട്ട് എന്താക്കി നേരെ തിരിച്ചു വരുന്നുണ്ട്. സഹാബത്തിൽ കണ്ടില്ലേ, ചില സാബി കണ്ടിട്ടല്ല, ഒരു കാലത്ത് നബി തങ്ങളെ കാണലും കേൾക്കലും എനിക്ക് ലോകത്ത് ഇത്ര വെറുത്ത സംഗതിയില്ല. തങ്ങളുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലോകത്ത് എൻ്റെ മക്കളെക്കാളും ഭാര്യയെക്കാളും സർവസ്വത്തിനേക്കാളും ഭയങ്കരമായി മാറിയെന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ? അതെ അതാ വഖുന്തു അനലി അംദിഹി അൽ ഇമാം അബുൽ അബ്ബാസിൽ മുർസി മിനൽ മുൻകിരീൻ. മുപ്പറ പറയുന്നു. ഏത് അബുൽ അബ്ബാസിൽ മുർസി ഒരു ഭാഗത്ത് ഷെയ്ഖായിട്ട് അനേകായിരം മുരീദന്മാരുമായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നു. അപ്പം അവരുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ ഇൻകാറായിരുന്നു. ഇതെല്ലാം ചാവടിക്കാൻ ചാപ്പാടിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട്. വഅലൈഹി മിനൽ മുഅ്തദിലീൻ, അവർക്ക് എതിറാന്ന് പറയുന്ന ആളുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ട്? അലാലി ഷൈ സമീഅതുഹു മിൻ, അവരുടെ വക്കൽ നിന്ന് മുൻകറായ ഒരു കാര്യം എന്താക്കിയിട്ടില്ല, കേട്ടിട്ടില്ല.
കേട്ട വകയിലല്ല പറയുന്നത്, പൊതുവേ ഉള്ളൊരു. പിന്നെ മൂപ്പത് പറഞ്ഞതായി നക്കൽ സുബൂത്തായ ഒരു കാര്യം എടുത്തു വെച്ചുകൊണ്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല വിമർശിച്ചത്. ഹത്താ ജറത്ത് ബൈനി വബൈന ബഅദി അസ്ഹാബിഹി മുഖാബല. അബുൽ അബ്ബാസുൽ മുർസിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവ അബുൽ അബ്ബാസുൽ മുർസി വല്ലാതെ ബഹുമാനിച്ച് പുകഴ്ത്തി പറയുവാൻ ആ വ്യക്തി മൂപ്പർ എന്താക്കും ഇൻകാറാക്കിയിട്ടും പറയും. അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടി ചെയ്യും. ഉൾക്കൊള്ളണേ. അബുൽ അബ്ബാസുൽ മുർസിയുമായി ഞാൻ സഹവസിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. വഖൽതു ലിദാലിക റജുലി, ആ തർക്കിക്കുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ലൈസ ഇല്ലാ അഹ്ലുൽ ഇൽമി ളാഹിർ, ലാഹിറായ ഇൽമിൽ അതിൻ്റെ ഉലമാക്കളല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. വഹാഉലാഇൽ ഖൗമു യദ്ദഉന ഉമൂറൻ നിസാമ, ഈ സൂഫിയാക്കൾ എന്ന് പറയുന്ന അവർ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വമ്പിച്ച കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. വലാഹിറു ശറഇ ശറഇൻ്റെ ലാഹിർ അതിനൊക്കെ എതിരാണ്. അപ്പോൾ മൂപ്പർ അല്ലാഹു തആല മറിക്കുന്ന നോക്കണോ. ഫഖാല ദാലിക റജുലു ബഅദ അൻ സഹിബത്തു ശൈഖ. കണ്ടോ, ഷെയ്ഖ്, ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി, അതാ റജുല പറയുന്നു. ഷെയ്ഖിൻ്റെ അടുക്കലേക്ക് ഞാൻ പോയപ്പോൾ എന്താണ് ഷെയ്ഖ് എന്നോട് പറഞ്ഞതെന്നറിയോ? തദിരി മാക്കാലി ഷെയ്ഖ് യോമ തഖാസുമില്ല. നമ്മൾ രണ്ടാളും ഇവിടുന്ന് സംസാരം ചണ്ട കൂടിയല്ലോ. ഈ ചണ്ടയെ സംബന്ധിച്ച് ഷെയ്ഖ് എന്ത് പറഞ്ഞു എന്നാണ് കൊൽത്തുല. അപ്പോൾ സിക്കന്ദരി പറയുന്നു എനിക്കറിയില്ല. എന്നാൽ ബഖൽത്തു അലൈഹി, ഷെയ്ഖിനെ ഞാൻ കാണാൻ പോയി. അരെ അബുൽ അബ്ബാസുൽ മുർസിയെ. ഫഅവ്വലു മാ ഖാലലി, എന്നോട് ആദ്യം പറഞ്ഞെന്നറിയോ? ഹാ ഉലായി കൽ ഹജരി, അവരല്ല കല്ല് പോലെയാണ്. മാ അഖ്താക മിന്നു ഖൈറൂൻ മിമ്മ, കൊള്ളാത്തത് ഖൈറാണ് കൊണ്ടതിനേക്കാണ്. ഒരു വാക്കാണ്. കല്ല് ഒരാളെ മേത്ത് കൊണ്ടാലേ അപകടം പറ്റുമല്ലോ. അപ്പോൾ കൊണ്ട കല്ലിനേക്കാണ് കൊള്ളാത്ത കല്ലാണ് ഖൈറ് എന്നുവെച്ചാലോ. പാലിയും അന്ന ഷെയ്ഖൂഷി. ഇത് കേട്ടപ്പം തന്നെ നമ്മളിവിടെ ദൂരത്ത് സംസാരിച്ചത് അബുൽ അബ്ബാസുൽ മുർസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തീകാറുള്ള കിട്ടും മുക്കാശപ്പ വല അംദി ലഖദ് സഹിബത്തു ഷെയ്ഖ് ഇസ്ന അശറ ആമ. ഷെയ്ഖിൻ്റെ കൂടെ ഞാൻ 12 കൊല്ലം കൂടിയിട്ടുണ്ട്. ഫമാ സമയത്ത് മിന്നു ഷൈഅൻ യുൻകിറുഹു ലാഹിറുൽ ഇൽമി, ലാഹിറായ ഇൽമിൽ എതിർക്കപ്പെടേണ്ടുന്നൊരു കാര്യം മൂപ്പർ വക്കുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ട് ഇത്ര അധികം സാലിഹായ വ്യക്തിയല്ലേ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് എന്ന് മൂപ്പർ പറഞ്ഞു. അതോടുകൂടി തൗബ ചെയ്യും. മിനല്ലദീ കാന യൻഖുലുഹു മൻ യഖ്സിദുൽ അദാ. അപ്പോൾ മൂപ്പറെ പറ്റി കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ ഒരുങ്ങുന്ന ആളെ വാക്കാണല്ലോ ഞാൻ കേട്ടുപോയത്. അവരുടെ വാക്കെന്നാണ് ഈ സംസാരം വന്നത്. അടുത്തറിഞ്ഞോക്കാം. വക്കാന സബബ് ഇജ്തിമാഇ ബിഹി, അവരോട് ഒരുമിച്ചുകൂടാനുള്ള കാരണം എന്താ? അൻഖുൽതു ഫീ നഫ്സി ബഅദൻ ജറത്തിൽ മുഖാസമത്തു ബൈനി വബൈന ദാലിക റജുൽ, ആ റജുലിൻ്റെയും എൻ്റെ ഇടയിലെ തർക്കം വന്നല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ദഅനി അദ്ഹബു ഫറ ഹാദർ റജുൽ, ഏതായാലും ഒന്ന് പോയി കാണാമെന്ന് തീരുമാനിച്ചു. അടുത്തേക്ക് അബുൽ അബ്ബാസുൽ മുർസിയിലേക്ക്. അപ്പോൾ സാഹിബുൽ ഹഖി ലഹു അമാറാത്തു ലാ യഖ്ഫ, ഹക്കിൻ്റെ ആളാണെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ചില തെളിവുകളുണ്ടാകും, ബാത്തിലിൻ്റെ ആളെ മനസ്സിലാക്കാനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അത്തൈതുല മജ്ലിസി, ഞാൻ മൂപ്പറ മജ്ലിസിൽ പോയിരുന്നു. അപ്പോൾ വജത്തുഹു യതകല്ലമു ഫിൽ അൻഫാസില്ലത്തി അമറ ശാരിഉ ബിഹാ, ശറഇ വന്നിട്ടുണ്ടല്ലോ. ഏതെല്ലാം? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഹദീസ്, അതാണ് മൂപ്പർ സംസാര വിഷയം. അൽ അവ്വലു ഇസ്ലാമുൻ വസ്സാനി ഈമാനുൻ വസ്സാലിസു ഇഹ്സാൻ. ഒരു ഇബാറത്ത്. വഇൻ ശൈത ഖുൽത, ഇനി മറ്റൊരു ഇബാറത്തിൽ പറഞ്ഞാൽ അൽ അവ്വലു ഇബാദത്തുൻ വസ്സാനി ഉബൂദിയ്യത്തുൻ വസ്സാലിസു ഉബൂദത്തുൻ. ഇതല്ലേ? വഇൻ ശൈത ഖുൽത, മൂന്നാമത്തൊരു ഇബാറത്ത് അൽ അവ്വലു ശരീഅത്തുൻ വസ്സാനി ഹഖീഖത്തുൻ വസ്സാലിസു തഹഖുഖുൻ. ആ നഹവി ഹാദ, ഇങ്ങനെ പറഞ്ഞിട്ട് ഫമാസാല യഖൂലു വഇൻ ശൈത ഖുൽത വഇൻ ശൈത ഖുൽത വഇൻ ശൈത ഖുൽത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 മഖാമാത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഇബാറത്തുകൾ ഇങ്ങനെ ഒഴുകിയാണ്. ഇലാ അൻ അബ്ഹറാക്കില, അക്കിലിൻ്റെ തന്നെ ബേജാറായിപ്പോയി. ജോലി ഇങ്ങനത്തൊന്ന് കേട്ടിട്ട്. വഅലിംതു അന്ന റജുല ഇന്നമാ യഗ്തലിഫു മിൻ ഫൈലി ബഹ്രിൻ ഇലാഹിയ്യിൻ വമദദിർ റബ്ബാനി.
റബ്ബാനിയായ മതത്തിൽ കൂടി ഇലാഹിയ ബഹറിൻ്റെ ആ മൗജിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയാണ്. ഇത് ഓതി പഠിച്ച എല്ലാന്ന് മനസ്സിലാക്കി. എല്ലായിടത്തും കിട്ടി അബുൽ ഹസൻ ഷാദിലി തങ്ങൾ കൊടുത്തതായത്. ഫാദുഹബ് അള്ളാഹുമാക്കാനെങ്കിൽ അബുൽ അബ്ബാസ് തങ്ങളെ പറ്റിയിട്ട് എനിക്ക് എന്തുള്ളതും അള്ളാഹു തല ഉന്നീകരിച്ചു കളഞ്ഞു. എന്നിട്ട് ഹിക്കമിൽ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് എന്താണ് ആ കലാമിനെ പറ്റി. മമ്മാ പറഞ്ഞ കലാമും ഇല്ലാ വാലി കിസ്വത്തുൽ കൽബില്ലദീ മിൻഹു മറസ. ഏതൊരു കലാമും ഉൾക്കൊള്ളുമ്പോൾ എന്താക്കും അവൻ്റെ കൽബിൻ്റെ ഹാലതിൻ്റെ മുകളിൽ എന്താക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുന്ന. കൽബിൻ്റെ ഉള്ളിലൊരു ഹാലുണ്ടാവുമല്ലോ. അത് റിയാഖാണെങ്കിൽ റിയാഖ്, നിഫാഖാണെങ്കിൽ നിഫാഖ്, കള്ളത്തിനാണ് നുസ്ഹാണെങ്കിൽ നുസ്ഹൽ എന്താക്കും അയാൾ കലാമിൽ കൂടി ഉൾപ്പെടുന്നു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ മൂപ്പർ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് വിട്ടുമാറാത്തൊരു തലവേദന ഉണ്ടായിരുന്നു. ഷെയ്ഖിനോട് പറഞ്ഞെന്താന്ന് കുറേ ചികിത്സ ചെയ്തു, തലവേദന കൊണ്ട് ഞാൻ ക്ഷീണിച്ച് കിടക്കലാണ്, കിതാബ് നോക്കാൻ കഴിയുന്നില്ല, എഴുതാനും കഴിയുന്നില്ല, വളരെ പ്രയാസത്തിലാണ്. നിങ്ങൾക്ക് തലവേദനയില്ല. അന്ന് മുതൽ തലവേദന വിട്ടു. ഒറ്റ വാക്ക്, ഞങ്ങൾക്ക് തലവേദനയില്ല. മറ്റൊരിക്കൽ പറഞ്ഞു എനിക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ട്, ഒന്ന് കൊടുക്കുമ്പോൾ ഒന്നും വേഗമൊന്നും തീരൂല, അതുകൊണ്ട് ജമാഅത്തെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല കുറേ നേരത്തെ ഇറങ്ങണം. വിശ്വാസത്തിലാണ് നമ്മളൊക്കെ സ്വയംഭത്തിലുണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ പോകണമെന്നല്ല, നിങ്ങൾ വിശ്വാസം മാറണമെന്ന് തന്നെ വേന. കാരണം ഒരു സ്വയംഭത്തിൽ കെട്ടേണ്ട ആളാണ്, കെട്ടണ്ടാക്ക് വിശ്വാസം പറ്റൂലെന്ന്. അന്ന് മുതൽ അതൊക്കെ മാറി. അവരക്കന്മാർ പറയാൻ അത്രേ വേണ്ടു ഒരു ലുക്കത്ത മതി. ഇനി സുമ്മ അത്തൈട്ടു തിൽക്കൽ ലൈലത്തിൽ മൻസിൽ. ഞാൻ അന്ന് രാത്രി പരക്ക് പോയി. ഫലം അജിദ് ഫിയ ഷൈഅൻ യഖ്ബലുൽ ഇജ്തിമാഅ ബില്ലഹ്ലി അലാ ആദത്തി. ആദത്തനുസരിച്ച് കുടുംബക്കാരോട് സംസാരിക്കാനോ അവരോട് ഇടപഴകാനോ എനിക്കൊന്നും മനസ്സ് വരുന്നില്ല. എൻ്റെ മനസ്സ് വേറെ വയ്ക്ക് പോയി. അതെ. വജദ്തു മഅനൻ ഗരീബൻ ലാ അദ്രി മാ ഹുവ. ഒരു ഗരീബായൊരു മഅന എനിക്ക് കിട്ടി. ഫംഫറത്തു ഫീ മകാനിൽ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഞാൻ ഖാലിയായിട്ട് ഇരുന്നിട്ട് അന്നൂറ് ഇലസ്തമായി വൈലാ കവാക്കിബ്, ആകാശം ചിന്തിക്കുക. കുടുംബക്കാരോട് എനിക്ക് സംസാരിക്കാനില്ല. വമാ ഖലഖല്ലാഹു ഫിഹാ മിൻ അജായിബി ഖുദ്റത്തി. അള്ളാഹുവിൻ്റെ അജായിബ് ഖുദ്റത്തിനാൽ അതിൽ പടച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഫഹമലനി അലാ ദാലിക അലൽ അൗദത്തി ഇലൈഹി മർറത്തൻ. ഇനി അടുത്ത ദിവസം ഉണ്ടാക്കുന്ന ഷെയ്ഖിൻ്റെ അടുത്ത് പോകണമെന്ന് എന്നെ പ്രേരിപ്പിക്കും. ഒന്നുകൂടെ കാണാൻ പോവാം. അപ്പോൾ അത്തൈത്തു ഇലൈഹി. അങ്ങനെ അതിലേക്ക് പോയി. വസ്തുകുലിനലി, എനിക്ക് സമ്മതം ചോദിച്ച് ആള് ഏർപ്പാടാക്കി. ഫലമ്മാ ദഖൽതു അലൈഹി ഖാമ ഖായിമ. ഞാൻ കയറിയപ്പം തന്നെ മൂപ്പർ എണീറ്റെന്നെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്തു. വതലഖാനി ബിബശാശത്തിൻ വഇഖ്ബാൽ. വളരെ പ്രസന്നതയോടുകൂടി. ഹത്താ ദഹിസ്തു ഖജലൻ. ഞാൻ ഇത്ര മാത്രമൊന്നും ഇല്ലല്ലോ, എന്തിനാ ചെയ്യുക, ഇത്ര മാത്രം എന്നെ ബഹുമാനിക്കുന്നു എന്നിട്ട് എനിക്ക് മാണക്കേട് വന്നു. വസ്തസ്ഗറതു നഫ്സി അൻ അകൂന അഹ്ലൻ ലിദാലിക. ഷെയ്ഖിൻ്റെ ഇത്ര മാത്രമല്ല ആദരമിന്നി, ഞാൻ അഹ്ലല്ലല്ലോ. ഫക്കാന അവ്വല മാ ഖുൽതു ലഹു യാ സയ്യിദി അന വല്ലാഹി ഉഹിബ്ബു. അള്ളാഹുവിനെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഫഖാല അഹബ്ബക്കല്ലാഹു കമാ അഹബ്ബതുനി. നിങ്ങൾ എന്നെ സ്നേഹിച്ചതുപോലെ എന്താക്കണം അള്ളാഹു തആല നിങ്ങളെ സ്നേഹിക്കട്ടെ. സുമ്മ ശകൗതു ഇലൈഹി മാ അജിദു മിൻ ഹുമൂമിൻ വ ഹസാൻ. ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും എൻ്റെ മനസ്സിലുണ്ട്, അതിനെപ്പറ്റി ശിക്കായത്ത് വന്നു. ഫഖാല അഹ്വാലുൽ അബ്ദി അർബഅത്ത്. ഒരു അബ്ദിന് 4 അണ്ടക. ലാ ഖാമിസ ലഹ, അഞ്ചാമത്തൊന്നില്ല. ഒന്നെങ്കിൽ എന്താക്കും അള്ളാഹിൻ്റെ പക്കന്ന് നിഅമത്ത് വരും, അല്ലെങ്കിൽ ബലാവ് വരും. അള്ളാഹിൻ്റെ പക്കന്ന് അബ്ദിന് കിട്ടുന്നത് മിന്നു ഇലൈക നിഅമത്ത് അല്ലെങ്കിൽ ബല. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് ഒന്നെങ്കിൽ എന്താക്കും ദോഷങ്ങളായിരിക്കും, അല്ലേ താഴത്തായിരിക്കും. 4ൽ മുന്നസറായി അപ്പുറമൊന്നുമില്ല എന്നാണ്. അപ്പം 4നും ഓരോ ഹക്ക് കൊടുക്കാറുണ്ട്. എന്താ വേണ്ടത്? നിയമത്ത് വന്നാൽ ശുക്ർ, ബലാഗ് വന്നാൽ സബർ, അതുപോലെ ദോഷങ്ങൾ വന്നാൽ തൗബ, അല്ലേ? അള്ളാഹുവിൻ്റെ നമുക്ക് താഴത്താണെങ്കിലോ ഇത് ഞാൻ ഉത്തരവാദി, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തെന്ന് മാത്രം. അമ്മാക്കുന്നാലിനഹത്തതിയ ലൗല എന്നതാണ് നമ്മളല്ല, നമ്മളിലേക്ക് ചേർക്കാതെ കണ്ട് അള്ളാഹു നിന്നത്ത് കിട്ടും. ഇതോടുകൂടി എല്ലാ ദുഃഖങ്ങളും പോയി നാളും. അതുപോലത്തെ അൻ-നിഅമതു വൽ ബലിയതു വത്വാഅതു വൽ മഅസിയ അതുണ്ടായില്ലേ. ഫഇൻ കുന്ത ബിൻ-നിഅമതി ഫമുഖ്തലൽ ഹഖ് മിൻക ശുക്റു. റബ്ബിൻ്റെ വക്കൽ നിന്ന് തേടുന്നത് എൻ്റെ വക്കൽ നിന്ന് ശുക്ർ, നീ ഷാക്കിറാവണമെന്നാണ്.
വഇൻ കുൻത ബിൽ ബലിയത്തി ഫമുഖ്തദൽ ഹഖ് മിൻക സബ്റു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വഇൻ കുൻത ബിത്വാഅത്തി ഫമുഖ്തദൽ ഹഖ് മിൻക ശുഹൂദുൽ മിന്ന. ശുഹൂദുൽ മിന്ന അറിയാലോ, ഞാൻ നിക്കരിച്ച് ഞാൻ നോമ്പ് ഞാൻ ആറ്റിയിരുന്നല്ല. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇനി വഇൻ കുൻത ബിൽ മഅസിയത്തി ഫമുഖ്തദൽ ഹഖ് മിൻക വുജൂദുൽ ഇസ്തിഗ്ഫാർ. തിരികെ വാക്കൊണ്ട് പറഞ്ഞു തീർന്നു. മൂപ്പറ വക്കന്ന് മടങ്ങി വന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അയച്ചു മാറ്റിയ അതിൻ്റെ ഹമ്മുകളും ഹെസുകളും എല്ലാം നീങ്ങിപ്പോയി. ആളൊന്ന് ഫ്രഷായി. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയി എന്നോട് ചോദിച്ചു, കൈഫഹാലു, എന്താ അഹമ്മദ് കത്തരി? അലൽ ഹമ്മി ഫലാജിദു. എനിക്ക് ഹമ്മുണ്ടോ എന്ന് ഞാൻ എന്താക്കി ചിക്കി പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ കൽബിൽ ഹമ്മില്ല. ഫഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്? ലൈലി ബിവജ്ഹിക മുശ്രിഖുൻ വളലാമുഹു ഫിന്നാസി സാരി വന്നാസു ഫീ സദഫിൽ ളലാമി വനഹ്നു ഫീ ലൗഇൻ നഹാരി. ആരോടാണ് കിതാബ് എന്നറിയില്ല. ലൈലി മുശ്രിഖുൻ, എൻ്റെ രാത്രി പ്രകാശിക്കും. ബിവജ്ഹിക, നിങ്ങൾ മുഖം കൊണ്ട്. വലലാമുഹു, രാത്രിയുടെ ഇരുട്ട്. സാരി ഫിന്നാസ്, ഫിന്നാസി സാരി എന്ന് പറഞ്ഞാൽ സാരി ഫിന്നാസ്, ജനങ്ങളിൽ അത് ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. വന്നാസു ഫീ സദഫിൻ ലലാമി, ഇരുട്ടിൻ്റെ മറവിലാണ് ജനങ്ങൾ കഴിയുന്നത്. വനഹ്നു ഫീ ലൗഇൻ നഹാർ, നാം ലൗഇൻ നഹാറിലാണ് നമ്മൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഇൽസം, ഇതെല്ലാം മുറുകെ പിടിച്ചോ. ഫവല്ലാഹി ലഇൻ ലസിംത ലതകൂനന്ന മുഫ്തിയൻ ഫിൽ മദ്ഹബൈൻ. നിങ്ങൾ കുറച്ചും കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ 2 മദ്ഹബിൽ ഫത്വ കൊടുക്കുന്ന മുഫ്തിയായി മാറും പ്രവചനം. യുരീദു മദ്ഹബ അഹ്ലി ശരീഅത്തി അഹ്ലിൽ ഇൽമില്ലാഹി, ഒന്ന് ആ വിഷയത്തിലുള്ള ഫത്വ. വ മദ്ഹബ അഹ്ലിൽ ഹഖീഖത്തി അഹ്ലിൽ ഇൽമിൽ ബാത്തിൻ, ഹഖീഖത്ത് സംബന്ധമായ അസുഖ സംബന്ധമായ ബാത്തിനായ ഫത്വ. വഖദ്ദാറത അജലത്തു സമാൻ, കാലങ്ങൾ മുന്നോട്ട് പോയി. ലിതക്ഷിഫൻ നിഖാബു അമ്മാ ഖബ്ബഅത ലിൽ താജുദ്ദീൻ അഖ്ദാറുല്ലാഹി തആല ലാ തുആനദു. അല്ലാഹുവിന് ഒരു തഖ്ദീറുണ്ട്, ഓരോരുത്തരും ഇന്നതാവണം, അവരിൽ ഇന്നത് പ്രകടമാകണം, ഇതെന്ന് അള്ളാഹുവിൻ്റെ ഒരു അതിലുണ്ട്. അത് തടുക്കാനാവില്ല. അതെന്തെല്ലാണ് സിക്കന്ദർ ഇമാമിൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ ഒളിപ്പിച്ച് വെച്ചത് എന്ന് കാലം മുന്നോട്ട് തെളിയിച്ചു വന്നു. എന്താ ആ അന്നബത്തി കിതാബ് ഉണ്ടാക്കിയത്? സാദുരി തരീഖത്തിൻ്റെ മുഅയ്യിദായി ലോകത്തിലേത് സ്ഥലത്ത് പോയാണ് എവിടത്തേക്കെത്തും? ബിനാത്തായിലേക്ക് തങ്ങൾ തൊടാണ്ട് പോകും. ചെനക്ക് തെറ്റിയാൽ തന്നെ ഓർമ്മ. അതെ, വഖാലത്തിൽ അയ്യാമു സദഖത്ത് ബിശാറത്തുൽ മുൽഹിമത്ത് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസ്, നിങ്ങളെ ഷെയ്ഖ് പ്രവചിച്ച കാര്യം സത്യമായി പുലരാൻ പോകുന്നുണ്ടെന്ന് കാലം തന്നെ അവരോട് പറയുന്നതാണ്. ഇത് കുന്തൂരില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് നോക്കുന്നവരാണ്. അതൊരു സംഭവം. അതാ ഇനി വേറെ ഷെയ്ഖന്മാർ നമ്മ അബുൽ അബ്ബാസിനെ എണ്ണുന്നുള്ളൂ. എന്നെ പറഞ്ഞാൽ ഇപ്പോൾ എവിടെ എത്തൂല. വഖദ് ഇസ്തഹറ ലിൽ ഇമാമി ഇബ്നു അത്താഇല്ല ജംലത്തുൻ മിന ശയൂഖ അഖദ അൻഹും. പല സദമാറ വഖദ് പഠിച്ചിട്ടുണ്ട്. ഹദീസ് പഠിച്ചവരുണ്ട്, ഫിഖ് പഠിച്ചവരുണ്ട്, നഹ്വ് പഠിച്ചവരുണ്ട്. തസവുഫ് എവിടെ കിട്ടി? അതാണ് മിൻഹും അബുൽ അബ്ബാസ് അഹമ്മദ് ബിനു ഉമർ ബിനു മുഹമ്മദിൽ അൻസാരിയുൽ മുർസിയു. അബുൽ ഹസൻ സാദരി തങ്ങളുടെ ഖലീഫ. يعد شيخ الشيوخ الإمام أبو العباس المرسي الشيخ الرئيس في حياة الإمام ابن عطاء. ഇബ്നു അത്താഇല്ലാഹി തങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റവും റഈസായ ഷെയ്ഖാരാണ് അബുൽ അബ്ബാസ് മുർസി. അവിടെ നിന്നാണല്ലോ തുടക്കം കുറിച്ചത്. വലാ ദാഇയ ലിനഖ്ലി കലാമിൽ മുഅദ്ദിഖീന ഫി അഖ്ദിഹി അന്ന ബഅദമാ സതഖറഉൻ ഖരീബൻ. അടുത്ത് തന്നെ നമുക്ക് എന്താക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ നിന്ന് അബുൽ അബ്ബാസ് മുർസിയുടെ കലാമിൽ നിന്ന് എന്തെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അതിലല്ലേ ലതായിഫുൽ മിനൻ ഉണ്ടാക്കിയത്. വഖദ് റഅയ്ത ഖബിലു അസ്റഹു ഫി നഫ്സിഹി. അരെ അബുൽ അബ്ബാസ് മുർസിയുടെ ആ കലാമിൻ്റെ അസർ മൂപ്പറ കൽബിൽ പതിഞ്ഞത് ഇപ്പം ഊതിക്കെട്ടിട്ടുള്ളൂ. വകൈഫ ഖുലിബത് ഹാലുഹു ബഅദ ഇജ്തിമാഇഹി ബിഹി. അബുൽ അബ്ബാസ് മുർസിയോടൊപ്പം ഒരുമിച്ച് കൂടിയതിന് ശേഷം മൂപ്പറ അവസ്ഥ എന്തായി എന്ന് നമുക്ക് പഠിച്ചല്ലോ. വഅന്നഹു കാന ലക്സീറ ഫീ സൈറൂറതിഹി റഹബൻ ഇബ്രീസൻ. മൂപ്പർ ഇക്സീറാണ്. ഇക്സീർ എന്ന് പറഞ്ഞാൽ എന്താ? പഴയകാലത്ത് പറയൽ
ഒരു ദ്രാവകം പോലും. അത് എന്താ പിച്ചളയിലോ ചെമ്പിലല്ലോ ഒഴിച്ചു കൊടുത്താൽ സ്വർണ്ണമായി മാറുമെന്നാ പറയും. അങ്ങനത്തെ എന്താ ദ്രാവകം എന്താ അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിടിക്കാൻ കഴിയില്ല. സ്വർണ്ണ നിർമ്മാണം ഉണ്ടാക്കുന്നവർക്ക് കേസാകും. അങ്ങനെ സാധനം പറയുന്നുണ്ട്. അതൊക്കെ അന്ത ഇക്സീറും വകാലി എന്നുള്ള ബൈത്തിന്റെ ഷറഹിൽ കാണാം. അന്ത ഇക്സീർ. അപ്പോൾ ചെമ്പ അല്ലെങ്കിൽ ഈ സാധനങ്ങളെ മേലിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ അത് സ്വർണ്ണമായി മാറും. അപ്പോൾ ഇവരെന്താക്കി ആദ്യം ഇൻകാർ ചെയ്യുന്ന മൂപ്പർ എന്താക്കി മറിച്ചിട്ട് അതിനെ സാധ്യമാക്കി മൂപ്പറെ കലാം രേഖപ്പെടുത്തുന്ന ആളായി മാറിയില്ല. ലത്തായിഫുൽ മിൻ എന്താന്ന് അബുൽ അബ്ബാസുൽ മുർസിയുടെ കലാം വായു മൊഴികൾ കംപ്ലീറ്റ് രേഖപ്പെടുത്തലാണ്. മൂപ്പർ തഫ്സീറിൽ എന്ത് പറഞ്ഞു, ഹദീസിൻ്റെ വ്യാഖ്യാനം എന്ത് പറഞ്ഞു, ചരിത്രങ്ങൾ എന്ത് പറഞ്ഞു, ഇതെല്ലാം നമ്മ പുറത്ത് നോക്കി മോദനം എന്ന് പറഞ്ഞതാണ്. അത് അബുൽ അബ്ബാസിൻ്റെ കൂടെ കൂടിയപ്പോൾ എന്തായി, ഒന്നിൻ്റെ കലർപ്പില്ലാത്ത തങ്കമായി മാറിയെന്നാണ്. അതാ ഇനി ഷെയ്ഖൊന്നും വേണ്ട, നമുക്ക് നന്നായി നടന്നാൽ മതി എന്ന് പറയും ചിലർ. ഷെയ്ഖൊന്നും വേണ്ട അല്ലേ, ഒരളവോളം നന്നായി നടക്കാം, ശരിയല്ല. പക്ഷെ എന്തുണ്ടെന്നറിയോ, അതിനെല്ലാം പൊളിക്കുന്നവർ ഈ നന്നാവാത്ത ഉള്ളിൽ വരും. എന്താണെന്ന് ഞാൻ കുറച്ച് തിരക്കടില്ല എന്നല്ല ഉരുവിങ്ങി വരും. ഞാൻ അഞ്ചേരം നിൽക്കുന്നുണ്ട്, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഉണ്ട്, ഒന്നാം സഫിലുണ്ട്, വലഭാഗത്തുണ്ട്, ഞാൻ ഓതുന്നു, ചെല്ലുന്നു, പൈല കണിക്കുന്നു. തിരക്കടുണ്ട് അന കയറും. മറ്റുള്ള ആളെ അപേക്ഷിച്ച് എന്താ അന കയറെന്ന് പറഞ്ഞാൽ ഉജുബും ഇവറുകൂടെ വന്നില്ല, എല്ലാം പൊളിച്ചില്ലേ. അപ്പോൾ ആദ്യം എന്താക്കും, ഇബാദത്തിനെ പൊളിക്കുന്ന കാര്യം ശേഖന്മാർ നീക്കല് ഹസദ്. എന്താന്ന് തീയന്ന് ഹസദിന് എന്താ പറഞ്ഞത്, അതുപോലെ ഹസന അതുപോലെ നാറുൽ ഹത്തബാന്ന് തീയല്ലേ, അതാണ് ആദ്യം പറിച്ചെറിയൽ. ഒരു അണുമണി തൂക്കം ഉണ്ടെങ്കിൽ സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കിബറാന്ന് ആദ്യം എടുത്തു കളയും. ഒരു ഉമ്മഹാത്തുൽ അഖ്ലാഖ് ആദ്യം എടുത്തു കളഞ്ഞാൽ നിങ്ങൾ എത്ര നന്നായാലും ഞാൻ മോശം, ഞാൻ മോശം, ഞാൻ മോശം. അത് എഴത്തേക്ക് എത്തും. ദിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വഴിയുമ്പോൾ ഒരു നായി ഇങ്ങോട്ട് വരുന്നുണ്ട്, രണ്ടാക്കും കൂടി പോകാനുള്ള ഡിങ്ങ വയ്യ, മൂപ്പർ ഒഴിഞ്ഞു കൊടുത്തു, ആട്ടിപ്പായിക്കല്ലേ ചെയ്ത്. വേറെ ആൾ പറഞ്ഞില്ല, നിങ്ങൾ ഇത്ര വലിയ ആലിമും ഇത്ര വലിയ ഷെയ്ഖും ആയിട്ട് ആ നായ്ക്ക് വേണ്ടി അത് എന്നെ കാണാൻ കൈറാണ്. എന്തുകൊണ്ട്, അതിന് ഹിസാബില്ല, മലായിക്കത്ത് അയാൾ അവൻ്റെ സയ്യാത്തും ഹസനാത്തും എഴുതുന്നില്ല, ഹിസാസ് ഒന്നുമില്ല. ഞാനോ ഇതെല്ലാം ഉത്തരവാദിത്വം വെറി നടക്കിയത്, എല്ലാത്തിനും ചോദിക്കപ്പെടും. അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ നായിനാക്കണ മോശക്കാരനല്ലേ ഞാൻ. നോക്കൂ, അല്ല ഒരളവോളം സൂക്ഷിച്ച് നടന്നാലും ലാഹിദ് ശരിയായി. ലാഹിറുൽ ഇസ്മി ബാത്തിനഹു എന്നല്ലേ പറഞ്ഞത്. ലാഹിറുൽ ഇസ്മി ഒഴിവായാലും ബാത്തിനോ ഒഴിവാകുന്നില്ലല്ലോ. അതിന് മറ്റൊരു കയറ്റാണ്ടാകുകയും ചെയ്യില്ല. ലോകത്തിൻ്റെ ബീജം ഉള്ളിൽ തന്നെ ഉണ്ട്. അതാ പറയുന്നത്, വലിൽ ഇമാമിൽ ഇസ്കന്ദരി മദ്ഹബുൻ മുഅ്തബറുൻ ഫീ വുജൂബി ഇത്തിഖാദി ശൈഖിൻ മുറബ്ബിൻ. ഒരു മുറബ്ബിയായ ശേഖനെ കൂടിയേ പറ്റൂ, നിർബന്ധമാണ് എന്ന് പറയുന്ന മദ്ഹബാണ് അലി സിക്കന്ദരി ഇമാം. ദാലുൻ അലല്ലാഹി തആല, ആ ശേഖ് എന്താക്കണം, അല്ലാഹു തആലയിൽ അറിയിക്കണം. ഹൈസു ഖാല റഹിമഹുല്ലാഹ്, അതിനെ പറ്റി പറയുന്നു, വകുല്ലു മൻ ലം യകുൽ ലഹു ഉസ്താദുൻ, ഒരാൾക്ക് ഒരു ഉസ്താദ് ഇല്ല, അങ്ങനത്തെ ഉസ്താദ് യസിലുഹു ബിസിൽസിലത്തിൽ ഇത്തിബാഇന്റെ സിൽസിലയുമായിട്ട് ഉണ്ടാക്കണം, നബിതങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എനിക്ക് വേണം. ഷെയ്ഖ് ഷെയ്ഖിൻ്റെ ഷെയ്ഖ് ഷെയ്ഖിൻ്റെ ഷെയ്ഖും വേണം. അതെ. വയക്ഷിഫു ലഹു അൻ ഖൽബിഹിൽ ഖിനാൽ, അവൻ്റെ കൽബിൻ്റെ മൂടികളൊക്കെ തുറക്കണം. അദ്ദേഹം കൽബിൽ മൂടി കിടക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് കയറുന്നില്ല. വാതിലടച്ചാൽ സൂര്യപ്രകാശം കറക്കൂലല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത മോൻ്റെ മാതിരിയാണ്. നസബലഹു, ഇന്നാളെ മോനാണെന്ന് ബാധിക്കാൻ നേടുള്ളൂ, എനിക്ക് നസബില്ല. നൂറുൻ, ഒരു പക്ഷെ ചെറിയ നൂറുണ്ടെങ്കിലും ഹാലെന്താക്കും, മോനെ പിടിച്ചെടുക്കും. ഹാല് പിടിച്ചെടുക്കി ഹാലിൻ്റെ അടിമയായി മാറും. അത് നീക്കാൻ കളയാൻ കഴിയില്ല. ഹാല് എന്ന് പറഞ്ഞാൽ ചീത്തയായ ഹാലുണ്ട്, കളബ് എന്നുള്ളൊരു ഹാലാണ്, കിബർ എന്നുള്ള വേറൊരു ഹാലാണ്. നൂറുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എന്താവും, ഞാൻ തിരക്കില്ല എന്ന് തോന്നില്ലെങ്കിൽ വരും. വൽ ഗാലിബു അലൈഹി വഖൂഫുഹു മഅ മാ യസിദു മിനല്ലാഹി ഇലൈഹി. അപ്പോൾ അള്ളാഹിൻ്റെ പക്കന്ന് കിട്ടി എന്താണ് ആ അൻവാറമ്പലാണെന്ന്. അപ്പോൾ എന്താക്കും, സ്ഥലം വിടൂല. ഇവിടുന്ന് കണ്ണൂരേക്ക് പുറപ്പെട്ടിട്ട് എന്താക്കും, സിറ്റിയിലേക്ക് എത്തുന്ന കട വന്നു.
ലം തറുമുഹു സിയാസത്തു തഹ്ദീബി വത്തഹ്ദീബ്, ശൈഖിന്റെ പക്കൽ നിന്നുള്ള അദബ് പഠിപ്പിക്കൽ, അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങൾ ദൂരീകരിക്കൽ എന്നുള്ള ആ ഭരണം അദ്ദേഹത്തിന് എന്താക്കിയില്ല, ഭരിച്ച് നേരെയാക്കിയിട്ടില്ല. വലം യഖ്ദുഹു സിമാമു തർബിയത്തി വത്തദ്രീബ്, പരിശീലിപ്പിക്കലുണ്ടല്ലോ, ഓരോന്നിലും പരിശീലനം. അവൻ്റെ റുക്ത് ചെല്ലുന്നത് എങ്ങനെയാണ്, അവൻ്റെ കിറാത്ത് എങ്ങനെയാണ്, അവൻ്റെ ഒന്നുണ്ടാക്കൽ എങ്ങനെയാണ്, അവൻ്റെ തുണിയെടുത്ത് എങ്ങനെയാണ്, അവൻ്റെ ചോറിക്കൽ എങ്ങനെയാണ്, ബാത്റൂമിൽ കയറുന്നത് എങ്ങനെയാണ്, അതെല്ലാം ഉറ്റുനോക്കുന്നുണ്ടാവും. അവിടുന്ന് തുടങ്ങണത്. കുറേ ഭാഗം ശരിയായിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ചെല്ലിക്കോ പാടിക്കോ എന്നിട്ട് വിടലാന്ന്. അതൊന്നും ഇപ്പോൾ ഇതല്ല, അതൊരു തബറുക്ക് മാത്രം. അതാ സുമ്മക്കാല മുബയ്യിനൻ ഷെയ്ഖഹു. അപ്പം നിങ്ങൾക്ക് ഷെയ്ഖുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖിനെ ഒഴിവാക്കുന്നു. അല്ലതീ വസലഹു ബിസിൽസിലത്തിൽ ഇത്തിബാഇ സാദിഖീൻ. അതാ സാദിഖീങ്ങളായ അത്ബാഈങ്ങളെ കൊണ്ട് മുസൽസലായ സനദ് കൊണ്ട് പറയുന്നു. അത്ബാ സാദിഖീങ്ങളായ അത്ബാ, അതായത് ഇന്നോളെ ഷെയ്ക്കുന്നത് അവരെ ഷെയ്ക്കുന്നത് അവരെ ഷെയ്ക്കുന്നത് അവിടത്തേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുഖേന തങ്ങളിലേക്ക് എത്തും. അത് വശൈഖുന വ ഇമാമുന വ ഖുദുവതുന ഫി ഹാദ ഷഅൻ, ഈ വിഷയത്തിൽ നമ്മുടെ ഷെയ്ഖും നമ്മുടെ ഇമാമും നമ്മുടെ ഖുദുവത്താരാണ്? ഔഹദു വഖ്തിഹി, ആ കാലത്തിലുള്ള ഏകനായ ഒരാൾ, വലാമത്തു ദമനിഹി, ആ കാലത്തിലുള്ള അല്ലാമയാണ്. അല്ലാമത്തു ദമനി അലമുൽ ആരിഫീൻ, ആരിഫീങ്ങളെ കൊടിയാണ്. ഖുതുബുൽ മുഹദ്ദീൻ മദ്ഹറു സനാഇൽ മുദ്ഹിറു സനാഇൽ ഹഖീഖ, ഹഖീഖത്തിന്റെ വെളിച്ചം ലോകത്ത് വെളിപ്പെടുത്തിയ ആളാണ്. മുബയ്യിനു മആലിമി തരീഖ അൽ ആലിമു ബിൽ അസ്മാഇ വൽ ഹുറൂഫി വദ്ദവാഇർ, അല്ലാഹുവിൻ്റെ അസ്മാ, അതിൻ്റെ ഹുറൂഫുകൾ, അലിഫ്ലാമീം അലിഫ്ലാമീം സഹതെല്ലാം കാണുന്നില്ലേ, അതുപോലെ ദായിറ, അൽ ജാമിഉ ലിൽമിൽ ലവാഹിദി വസ്സറായിർ, അവിടെ കുറേ മൊബൈൽ കാണാം. സയ്യിദുന വ മൗലാന ശിഹാബുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു ഉമർ അൽ അൻസാരി അൽ മുർസി അഷ്ശാദുലി. അപ്പോൾ ശൈഖിനെ എത്ര ബഹുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഉണ്ടല്ലോ, സ്ഥാനപ്പേരുകളാണ് കൊടുത്തത്. ഖദ്ദസല്ലാഹു റൂഹഹു വനബ്ബറ ദരീഹഹു വഹുവ അല്ലദീ ഇഖ്തബസ്നാ മിൻ അൻവാരിഹി വസലക്നാ അലാ നഹ്ജി ആസാരി, അവരെ പ്രകാശഗോപുരത്തിൽ നിന്നാണ് എൻ്റെ വിളക്ക് കത്തിച്ചെടുത്തതും ആ പാതയിലാണ് ഞാൻ സഞ്ചരിച്ചതും. അബുൽ അബ്ബാസ് അൽ മുർസി വഹുവ അല്ലദീ അസ്റാ ബി അസ്റാറിനാ ഹത്താ ലഹിഖത്, അവരാണ് എൻ്റെ അസ്റാർ പിടിച്ചെടുത്തത്, അത് വേഗത്തിൽ ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു വെച്ചാൽ. ഫതക അൽസിനതന ഹത്താ നതഖത്, നമ്മുടെ നാവിൻ്റെ കെട്ടയച്ച് വന്നിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഖാറസ ഖിറാസൽ മഅരിഫത്തി ഫീ ഖുലൂബിനാ, എൻ്റെ കൽബിൽ മഅരിഫത്താകുന്ന ചെടികളെ നട്ടു വളർത്തിയിട്ട് ഫൈനഅത്ത് തമറാത്തുഹ, അതിൻ്റെ പഴങ്ങൾ നല്ല പഴുത്ത് പാകമായി തിന്നാൻ പാകത്തിൽ പഴുത്ത് നല്ല മധുരമുള്ളതായി കായ്ച്ചിട്ടുണ്ടെന്ന്. വഫാഹത്ത് സഹറാത്തും, അതിൻ്റെ പുഷ്പത്തിനാണ് എന്തൊരു മണമാണെന്നറിയോ ചെടികളെ. ബഹുവല്ലദീ ബിഫദ്ലില്ലാഹി തആല വഅദന, മൂപ്പറല്ലേ അള്ളാഹിൻ്റെ ഫദ്ൽ വെച്ചിട്ട് എന്നോട് വാഗ്ദാനം ചെയ്ത നീ രണ്ട് മദ്ഹബിൽ ഇമാമാവുന്നു അതല്ലേ. വബിൽ കലാമി ഫിൽ ഇൽമൈനി അശാറന, രണ്ടിൽമേത് ബാഹിറായ ഇൽമും ബാത്തിനായ ഇൽമും. ലാ നൻതസിബു ഇല്ലാ ഇലൈഹി, എനിക്ക് നിസ്ബ അതിലേക്കേ ഉള്ളൂ. വലാ നഅ്തമിദു ഫി ഹാദ ശൈഇ ഇല്ലാ അലൈഹി. അല്ല, അപ്പം ഫമൻ നസബന ഇലാ ഗൈരിഹി, വേറൊരാളിലേക്ക് എന്നെ ചേർത്ത് പറഞ്ഞെങ്കിൽ വഹുവ ബി അംറിനാ ജാഹിൽ. എല്ലാടാ തർമ്മത്തി പന്നിലും അതെല്ലാം അട്ടിമറിക്കലൊക്കെ ഉണ്ട്. എൻ്റെ കാര്യത്തിനെ കുറിച്ച് ജാഹിലാണ്. അത് ആരിഫ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മുത്തജാഹിലും ജഹൽ നടിക്കുന്നവനെ. ഒമൻ നസബൽ തിൽമീദൻ ഇലാ ഗൈരി ഉസ്താദിഹി, ഒരു തിൽമീദിനെ പിടിച്ചിട്ട് ഉസ്താദ് അല്ലാത്ത ഒരാളേക്ക് ചേർത്തിട്ട് ഇന്നാളെ ശിഷ്യനാന്ന് പ്രസിദ്ധി ഉണ്ടാകാൻ വേണ്ടി പറയില്ലേ. ഇപ്പം അതിനെപ്പറ്റി എൻ്റെ കുറേ നടക്കില്ലേ. ഇന്നാളിനാളെ വെക്കുന്ന ഒതിയെന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് മറുപടി ഒന്ന് അത് ഓറെല്ലാം അത് ഇതുവരെ. അതായത് പ്രസിദ്ധമായ ഒരാൾ റിസാലേക്ക് ചേർക്കുമ്പോൾ ഇപ്പത്തൊന്നുണ്ടാകും നമുക്ക് കിട്ടണമെന്ന് വെച്ച് കാത്തിരിക്കും. ഓർക്ക് എതിർപ്പ് വരും. അപ്പോൾ ആ സംഭവങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതാ കമൻ നസബ വലതിന് ഇലാ ഗൈരി അബീ, സ്വന്തം ഉപ്പയല്ലാത്ത ആളിലേക്ക് ഒരു വലതിനെ ചേർത്ത് എന്താ ഉണ്ടാവില്ല. അതുപോലെ വഹാദിഹിൽ ഉബുവ്വത്തു അഹഖു അൻ യുർആ നസബുഹ, സാധാരണ ബാഹിറായ ഉപ്പുണ്ടല്ലോ കുടുംബത്തിലുള്ള, ആ ഉപ്പാനെ കൊണ്ട് ചേർത്ത് വായിക്കുന്നതിനേക്കാണ് സിൽസിലയിലുള്ള ബാപ്പാനെ കൊണ്ട് ചേർത്ത് പറയലാണ് വളരെ അത്യാവശ്യം. വാജദ് അൻ യുഹഫദ സബബുഹ,
അതിൻ്റെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. ഇത് തിൽക്കൽ ലുബൂബത്തു തഫ്തഖിറു ഇലാ ഹാദിഹി, അതേപോലെ ബഹാദിഹി ലാ തഫ്തഖിറു ഇലാ തിൽക്ക. നമുക്ക് രണ്ട് ബന്ധമുണ്ട്. ശുയൂഖുൽ ഇൻസാനി ആബാഉഹു ഫിദ്ദീൻ, മനുഷ്യന്മാരെ ശൈഖന്മാരാരാന്ന് ദീനിലുള്ള ബാപ്പാന്ന് അല്ലേ? ആ ബാപ്പ ശരിയാണെങ്കിൽ ഇവിടെ ശരിയാണ്, ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയായിക്കൊള്ളുന്നില്ല എന്നാണ്. ഇനി വഖദ് നളമൽ ഇമാം ഇബ്നു അത്താഇല അക്സറ മിൻ ഖസീദത്തിൻ ഫി സനായി അലാ ശൈഖിൽ മുർസി. അബുൽ അബ്ബാസ് അൽ മുർസിനെ പറ്റിയിട്ട് ഒരുപാട് ഖസീദകൾ എഴുതിയിട്ടുണ്ട്. മറ്റൊന്നൊന്നുമല്ല. വഖദ് റാഅ ബൈത്തുൻ കാന യസ്തഈദുഹു മിൻഹു, അതിൽ നിന്ന് ഒരു ബൈത്ത് മുമ്പ് ഇടക്കിടക്കേ പാടിക്കൊണ്ടിരിക്കുന്നു. വഹുവ ഖൗലുഹു കം മിൻ ഖുലൂബിൻ ഖദ് ഉമീതത് ബിൽ ഹവാ അഹ്യാ ബിഹാ മിൻ ബഅദി മാ അഹ്യാഹാ. മരിച്ചുപോയ എത്ര കൽബുകളുണ്ട് തടിഹബ കാരണത്താൽ. എന്താ തടിഹബയുടെ വിഷം കയറിയിട്ട് മരിച്ചുപോയ ഒരുപാട് കുലൂബുണ്ട്. ശൈഖിനെ കിട്ടിയപ്പോൾ എന്തായി? അതെല്ലാം ദൂരീകരിച്ചിട്ട് ഹയാത്തിൻ്റെ പിന്നാലെ വീണ്ടും ഹയാത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തടിഹവ ബിൽഹവ, തടിഹവയില്ലേ അവൻ നഫ്സ്, അവൻ നഫ്സ് നഫ്സിന്റെ ഹവ. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഷറഇന്റെ വിരുദ്ധമായ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നെന്താക്കും അയക്കുന്നു. അതുകൊണ്ട് ശരീരം മരിച്ചു, അവൻ്റെ നഫ്സ് മരിച്ചു, അതൊരു വിഷാണ്. അതുകൊണ്ട് മരിച്ചുപോയ എത്ര കൽബുകളെയാണ് മൂപ്പർ ഹയാത്താക്കിയത്. വലൗലാ ഖൗഫുൽ ഇതാലത്തി ലമുരിഅത്തി സഫഹാത്ത് ബിൽ ഹദീസ് അൻഹു വഅൻ ഫളിലിഹി. അബുൽ അബ്ബാസ് അൽ മുർസിയുടെ മഹത്വത്തിനെ കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും എത്രയോ പേജുകൾ നടക്കാനുണ്ട്. അത് കിതാബ് നീണ്ടുപോകും, അതുകൊണ്ട് നിർത്തുന്നില്ല. വഹസ്ബക ബി കിതാബി ലതായിഫിൽ മിനൻ, ലതായിഫിൽ മിനൻ നല്ലോണം നോക്കുക, അത് മതിയാകും. ലിതിൽമീദിഹിൽ ഇമാമി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഗൈനാൻ വമഹൻ. അപ്പോൾ അച്ചടിക്കുന്ന കിതാബ് പണ്ടുണ്ടാവും. ലതായിഫിൽ മിനൻ. തോഫിയൽ ഇമാമു അബുൽ അബ്ബാസ് അൽ മുർസി സനത്ത 686 വഫാത്ത്. ഇസ്കന്ദരിയയിൽ രണ്ടാളെ ഖബർ അടുത്ത് തന്നെയാണ്. ഒരുപാട് തസാനീഫുകളുണ്ട്. അമ്മൽ കുതുബുല്ലത്തി ലാ ശക്ക ഫീ നിസ്ബത്തിഹാ ഇലൈഹി, മൂപ്പറ കിതാബ് തന്നെ എന്ന് തീർത്തു പറയാവുന്ന ഒരു കിതാബ്. ചില കിതാബ് ആരതാണെന്നുണ്ടെങ്കിൽ തൽബീസ് ഇബ്ലീസിനെ പറ്റി പണ്ട് പറഞ്ഞില്ല, ഗസാലി ഇമാമിൻ്റെതാണോ അല്ല ഈ ഹിയ തന്നെയാണോ തൽബീസ് ഇബ്ലീസിൽ, അല്ല അതിൻ്റെ അവസാനം വന്ന ഉറൂറിൻ്റെ ബാബാണോ അല്ല മറ്റൊരാളാണോ ഇവർക്കും പറഞ്ഞിട്ട് അതാ. താജുൽ അറൂസ് ഒരു കിതാബാണ്. അൽ ഹാബി അല തഹദീബിൻ നുഫൂസ്, അത് തൻവീറിൻ്റെ പക്കത്തുണ്ടായിരുന്നു. അവിടെ പെറുക്കുന്ന ഓതിയ കിതാബാണ്. കിതാബ് തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീറുണ്ട്, എൻ്റെ പക്കത്തുണ്ടാവും. താജുൽ അറൂസ് ബത്തനുണ്ടാവും. വഹുവ കിതാബും മിനൽ മുദഖിഖാത്ത്, കൽബിനെ നല്ല പദം വരുത്തുന്ന കിതാബിൽപ്പെട്ടതാണ്. അല്ലത്തി ലഹാ കബീറുൽ അസരി ഫി തൽയീനി മാ ഖസാമിൽ ഖുലൂബ്, ഏറ്റവും കറുത്തുറച്ച് പാറ പോലെയായ കൽബുകളെ മേപ്പെടുത്താൻ ഇതിനേക്കാണ് വലിയ കിതാബ് അറിയില്ല. പണ്ട് മറിക്കാത്തൽ ഖുലൂബ് അന്നല്ലോ ഓതലില്ലേ, അതുപോലത്തെ ഒരു വതംബീഹി മൻ താലത്ത് ബിഹിൽ ഗഫലത്തു അനില്ലാഹി തആല, അല്ലാഹനെ തൊട്ട് ഗഫലത്ത് കൊണ്ട് നീണ്ടുപോയ ജീവിതത്തിനെ ഒന്ന് ഉണർത്താൻ ഇത്തരം ഫലപ്രദമായ കിതാബ് അറിയില്ല. നമുക്ക് നമ്മൾ പറയുന്ന ഓതി കഴിഞ്ഞാൽ ഇനി ഓതണം. പിന്നെ ആയുസെന്തിനാണ് എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയൂ. എന്തിനാ ജീവിക്കുന്നത്? കിതാബ് ഓതാൻ. അവലേക്കന്മാർ കിതാബ് ഓതുമ്പോൾ ചരിത്രം പഠിക്കും. എന്തിനാ മരിക്കുന്നത്? ഓരെല്ലാം കാണാൻ. അൽ മർഹു മുഹമ്മദ് നഹബാദ്. ആ തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ അല്ല, അതൊരു കിതാബാണ്. അത് ഹിക്കമയിലുള്ള എന്താണ് ഒരു മക്കാലുണ്ട് തദ്ബീറിനെ പറ്റി. അരിഹ നഫ്സകാനി തദ്ബീർ വമാ ഖാമ ബിഹി ഗൈറുക അൻത ലാ തഖും ബിഹി ലിനഫ്സിക ബിഹി, അതിൻ്റെ വ്യാഖ്യാനമായിട്ട് എഴുതിയത്. എന്നിട്ട് പറഞ്ഞ എല്ലാ കലാമിനും മൂപ്പർ തന്നെ ഇതുപോലെ ചെറഹ പറഞ്ഞെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. ആര് താരിഖ് പറയുന്നു. അനിൽ ഹിക്കം, ഹിക്കമിൻ്റെ ശേഷമാണ് ഇത് ഇസ്ഖാത്തു തദ്ബീർ. വഹുവ മിൻ അർഹി മാ ബുദിയ ഫീ തർഹി മാ യശ്ഗലു അനില്ലാഹി തആല, അല്ലാഹനെ തൊട്ട് ഷുഗലാക്കുന്ന കാര്യം എല്ലാം വലിച്ചെറിയണം
എന്ന് അത്ഭുതകരമായ ഒരു കിതാബാണ്. പിന്നെ നവാബിത്തെ ഷറയ്യത്തിൻ്റെ അത് ഷറയ്യായ കാനൂൻ ഒപ്പിച്ചുകൊണ്ട് ഷറയ്യായ കാനൂൻ ഒപ്പിച്ച് വേണം താങ്കൾ അള്ളാഹെ തൊട്ട് തൊഴിലാക്കുന്ന സാധനങ്ങളും വിളിച്ചത്. അല്ലെങ്കിൽ മക്കളുടെ പട്ടിണിയാവും, വീട് പിന്നെ തലാഖിന് ആവശ്യപ്പെടും, എപ്പം തന്നെ ഇരിക്കും. ആയത്ത് ഹദീസിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ലാ യസ്തഗനി എന്ന താലിബ് മഅരിഫത്തി വ തസ്കിയ, മഅരിഫത്തോ തസ്കിയത്തോ കരസ്ഥമാക്കാനുള്ള അത് ഒഴിവാക്കാനേ പാടില്ല. ഒരു കിതാബാണ് അൽ ഹിക്കം, അതാണ് അള്ളാഹുവിൻ്റെ തോഫീഖോടുകൂടി നമ്മൾ തുടക്കം കുറിക്കും. വ മഅഹൽ മുക്കാത്തബാത്ത് എന്ന് വെച്ചാൽ പല ശിഷ്യന്മാർക്ക് മുപ്പർ എഴുതിയ കത്തുണ്ടാക്കൂട്ടത്തില്ല, കത്തിന് മറുപടി. അതേപോലെ മുനാജാത്തുണ്ട്, ഇലാഹി എന്ന് തുടങ്ങുന്ന മുനാജാത്തും ഉണ്ട്. അൽ മുൽഹഖത്ത് ബിഹ, അത് ഹിക്കമിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വസയത്തിലഹ ഹദീസും മുഫ്റദുൻ, അതിന് വിശാലമായ ശറഹ് തരാൻ പോകുന്നുണ്ട്. മറ്റൊന്നാണ് ലതായിഫുൽ മിനനി ഫി മനാഖിബി ശൈഖ് അബിൽ അബ്ബാസ് വ ശൈഖ് അബിൽ ഹസൻ, ഷെയ്ഖിൻ്റെയും ഷെയ്ഖിൻ്റെയും മനാഖിബിൽ. വലൈസ ഹാദൽ കിതാബ് മുജറദ സീറത്തിൻ ദാത്തിയ, ചരിത്രം പറയൽ മാത്രമല്ല, അവരുടെ കലാമുകൾ, അവരുടെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത്, ഹദീസിന് വ്യാഖ്യാനം കൊടുത്തത്, ചോദിച്ചപ്പോൾ അവർ നൽകിയ ഫതാവകൾ, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ കുറച്ച് വായിച്ചിട്ടല്ലോ. അതാ ലിഹാദൈനൽ അലമൈനുൽ മുബജ്ജലൈൻ ബൽ ഹുവ അർദുൽ ലിമന്നജി ഇർഫാനി റഫീഇ ഷാൻ, വലിയ ഔന്നത്യമുള്ള മഅരിഫത്തിൻ്റെ ഒരു പാത തുറന്നു കാണിക്കലാണ്. താഫത്ത് മിൻ ഔറാഖിഹി ദഖീഖാത്തു മസായിൽ ഇത്തിഖാദ് ഖഫിയ്യാത്ത്, മറഞ്ഞു കിടക്കുന്ന എത്തിഖാദിൻ്റെ മസാലയിലുള്ള മറഞ്ഞു കിടക്കുന്ന ഒരുപാട് അതിൻ്റെ പേജുകളിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. وقد مكن في هذا الكتاب لمنهج السادة الصوفية بلغة جامعة بين الشريعة والحقيقة, ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഒരുമിച്ച് കൂട്ടുന്ന ശൈലിയിൽ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ഇബാദത്ത് സൗകര്യപ്പെടുത്തി കൊടുത്തതാണ്. വേറെ കിതാബുണ്ട്, ഉൻവാനു തൗഫീഖ് ഫി ആദാബി നിങ്ങളുടെ റൂമിലുണ്ടത്. അത് അബൂ മദിയൻ ഷുഐബ് എന്ന് പറഞ്ഞവർ ബൈത്തുണ്ട്, അതിന് ഷർഹാണ്, അത് നമ്മൾ പറയുന്നത്. അൽ മർഖായിൽ ഖുദ്സിൽ അബ്ഖ, മുഖ്തസർ തഹദീബിൽ മുദവ്വന, തരീഖുൽ ജാദ, ഉസൂൽ മുഖദ്ദിമാത്തുൽ ഉസൂൽ, ഹിസ്ബുർ റജാഇ വൽ ഇബ്തിഹാൽ വൽ ഇജ്തിഹാദ്, തർതീബുസ് സുലൂക്ക്, തഹരീറു തൻസീഹ് വ തഹരീറു തശ്ബീഹ് വഗൈരിഹാ മിനൽ അബാനീൻ അല്ലതി തകാദു തുജ്സമു ബിഖതഇ നിസ്ബതിഹാ ഇലൈഹി. ചിലത് മൂപ്പറ കിതാബ് അല്ല എന്ന് പറഞ്ഞവരുണ്ട്, അതിൻ്റെ പട്ടിക എടുക്കുന്നുണ്ട്. ഓറതാണോ അല്ല വേറൊരാളാണോ, അവരുടെ മേലെയുള്ള ഷെയ്ഖിൻ്റെതാണോ എന്നിങ്ങനെ. ഇനി അക്മാനുൽ ഉലമായി ഫീ, ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ മൂപ്പറപ്പിച്ച് എന്ത് പറഞ്ഞു? ഖാല ലഹു ഷെയ്ഖുൽ ഇമാം അബുൽ അബ്ബാസ് അൽ മുർസി യൗമൻ, ഷെയ്ഖ് പറഞ്ഞു, വല്ലാഹി ലയകൂനന്ന ലക ശഅനുൻ അലീം, എനിക്ക് വൻപിച്ചൊരു ശഅനുണ്ടാകാൻ പോകുന്നുണ്ട് മോനെ എന്ന് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു. അതിവിടെ കണ്ടു കഴിഞ്ഞു. ആണല്ലോ എമ്മത്തെ കാണലി. മൂപ്പറ ഖബർ സിയാറത്ത് ചെയ്ത് സംഭവം പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരായത്തോതി നമ്മൾ ബർക്കത്തിന് വേണ്ടി ഖുർആൻ ആയത്തോതി. അപ്പം മൂപ്പർ ഖബറിന്ന് വിളിച്ചു പറഞ്ഞു പോലും അപ്പറഞ്ഞാൾ നമ്മുടെ കൂട്ടത്തിലൊന്നുമില്ല, ഇതിൻ്റെ പരിസരത്തുമില്ല. എന്നിട്ട് അത് കേട്ടാളെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഈ പരിസരത്ത് എൻ്റെ മറമാടണോ വസിയത്ത് പറഞ്ഞു. അത് ലത്തായിഫിൽ കാണും. അല്ലാഹുവിൻ്റെ കോപത്തിന് പത്തിന് കൂടുതലാകുന്ന ഒരു ആയത്താണ് സൂചിപ്പിച്ചത്. അങ്ങനെ ആള് നമ്മുടെ കൂട്ടത്തിലില്ലാന്ന്. അപ്പൊ ഈ ഓതിയാള് പറഞ്ഞെന്താന്ന്, മൂപ്പറ പരിസരത്ത് മറമാണ് കേട്ടോ, അവരെ കബറും കാണും. وقال فيه وقد ذكر عنده لن يموت هذا الشاب حتى يكون داعيا الى الله لطائف المنن, അള്ളാഹുവിനെ കൊണ്ടുള്ള വലിയൊരു ദായിയായിട്ടല്ലാതെ ഈ ഷാബ് മരിക്കൂല. അപ്പൊ ചെറിയ വയസ്സാണ്. ഇപ്പം ജനനം കൃത്യമായി കിട്ടാത്തതുകൊണ്ട് വഫാത്ത് പറയുന്നുണ്ട്. അപ്പൊ വഫാത്ത് തലയും പാലും കിട്ടിയാലേ അമൃതിയിലുള്ളൂ, പക്ഷേ ചെറുപ്പക്കാരനൊന്നും. وقال فيه أيضا والله لأجعلنه عينا من عيون الله يقتدى به في العلم الظاهر والباطن, രണ്ട് ഇൽമിലും തുടരപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഒരു നേതാവ് ആവാക്കിക്കൊണ്ട് ഞാൻ അവനെ സിക്കന്ദർ ഇമാമിനെ ഇബ്നത്തായിനെ മാറ്റിയിട്ടുണ്ട്. قال فيه الإمام المؤرخ اليافعي
അശ്ശൈഖുൽ കബീർ അൽ ആരിഫ് ബില്ലാഹിൽ ഖബീർ ഇമാമുൽ ഫരീഖൈൻ വമൂദിഹുൽ തരീഖൈൻ വദലീലുൽ തരീഖ വലിസാനുൽ ഹഖീഖ റുക്നുൽ ശരീഅത്തുൽ മുതഹറത്തുർ റഫീഅ. ആരാണ്? ജാഫിമാമ മിർആത്തുൽ ജനാലില പറയും. നമ്മൾ ഇന്ന് വന്ന് ജാഫിയിലല്ല പറയും. മിർആത്തുൽ ജനാൽ കുറേ ഔലിയാക്കളുടെ ചരിത്രമാണ്. അതിൽ ഇബ്നു അത്തായില്ല തങ്ങളെ പറഞ്ഞ സ്ഥലത്ത് 30 തൊട്ട് സ്ഥാനപ്പേരായിരുന്നു. വഖാല ഫീഹിൽ അദീബുൽ അല്ലാമത്തു സഖി കാന റജുലൻ സാലിഹൻ ലഹു ദൗഖുൻ വഫീ കലാമിഹി തർബീഹുൻ ലിന്നഫ്സി വസൂഖുൻ ഇല ശൗഖ്. അല്ലാഹുവിലേക്കുള്ള ഷൗഖ് കൊണ്ട് ഭരിക്കലും മനുഷ്യന്റെ മനസ്സിന് സമാധാനം പകരുന്ന ഇബാറത്താണ് നമ്മുടെ കലാമിൽ ഉണ്ടാകുന്നത്. യതകല്ലമു അലാ കുർസിയും ഫിൽ ജവാമിഇ. ജമാഅത്ത് പള്ളികളിൽ മൂപ്പർ കർസേമൽ ഇരുന്നിട്ട് വയുഖയ്യിദുൽ മാലിഖീന ബി അഖ്ലാലിൻ വജവാമിഇ. മൂപ്പർ എന്താക്കും? ആ വാചകത്തിന്റെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഓടിപ്പോന്നുള്ള കുടുക്കി കെട്ടിയിട്ടാണ് കളച്ചിട്ട് കളിക്കുന്നത്. അത്രമാത്രമുള്ള പ്രസംഗത്തിലും പ്രഭാഷണത്തിലൊക്കെ ഉഷാർ. وقال الإمام الذهبي كانت له جلالة نجيبة ووقع في النفوس مشاركة في الفضائل. എല്ലാ ഫളായിലുകളിലും മൂപ്പർ പങ്കുവഹിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സുകളിൽ അവരെ പറ്റി വലിയൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വലിയൊരു ജലാലത്തും ഉണ്ട് എന്നാണ്. വഖാല ഇമാം ഇബ്നു സുബ്കി പറയുന്നു, സുബ്കി ഇമാമിന്റെ മകൻ, കാന ഇമാമൻ ആരിഫൻ സാഹിബ് ഇശാറാത്തിൻ വകറാമാത്തിൻ വഖദമിൻ റാസിഹൻ ഫി തസവ്വുഫ്. തസവ്വുഫിന്റെ വിഷയത്തിൽ വലിയ ആഴമേറിയ കഥമാണ്, വലിയ കറാമാത്ത് ഇശാറാത്താണ്. ഇമാമാണ്, ആരിഫാണ് സുബ്കി ഇമാം. വഖാല അൻഹുൽ അല്ലാമത്തു മുഹമ്മദ് മഖ്ലൂഫ് പറയുന്ന അൽ ഇമാമുൽ മുതകല്ലിമു അൽ ജാമിഉ ലി അൻവാഇൽ ഉലൂമി മിൻ തഫ്സീരിൻ വഉസൂലിൻ വഫിഖ്ഹിൻ വഗൈരി ദാലിക്. ഇതിലൊക്കെ ഇമാമായിരുന്നു. അൽ വലിയുൽ വാസിലു അശ്ശൈഖുൽ ഫാദിലു അൽ ആലിമുൽ ആമിൽ. വഖാല അൽ അല്ലാമത്തു ഇബ്നു ഫർഹൂൻ അൽ യഅമരി കാന ഉജൂബത സമാനിഹി ഫി കലാമി തസവ്വുഫ്. തസവ്വുഫിന്റെ വിഷയത്തിൽ കാലഘട്ടത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് പറഞ്ഞു. وقال كان جامعا لأنواع العلوم من تفسير وحديث ونحو وأصول وفقه وغير ذلك. ഇനി വഫാത്തുഹു കുറേ കുറച്ച് ഭാഗം കുറേ പദ്യങ്ങളാണ്. ദഅവത്തും വാസിഅത്തു ദിഹാബ് ഹിയ تلك التي حملها على قائل الإمام ابن عطاء الله السكندري مسيرة حياته بعد وفاة شيخ أبي العباس. മൂപ്പർ ഷെയ്ഖ് അബുൽ അബ്ബാസ് വഫാത്തായതിന് ശേഷം സമുദായത്തിന് ഇസ്ലാമിലേക്ക് നയിക്കുവാനുള്ള ദഅവത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം മൂപ്പർ ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ കൂടി കഴിഞ്ഞു പോയ കാലം എന്താണ്? നീ തസ്തു കഫീഹി കലിമത്തുഹു. എന്താണ് ഷെയ്ഖ് നേരത്തെ പറഞ്ഞു പോയല്ലോ, ലൻ യമൂത ഹാദ ശാബു ഹത്താ യകൂന ദാഇയൻ ഇലല്ലാഹ്. ഇതിടെ പുലരണ്ടേ? അത് പുലരാൻ മാത്രം എന്തായി? മൂപ്പർ ദായിയായി മാറി. വയഗ്തി ഖദറുല്ലാഹി തആല അൽ ഹത്മു അല്ലദീ കുതിബ അലാ കുല്ലി നഫ്സ്. ഓരോ നഫ്സിനും അല്ലാഹു തീരുമാനിച്ച ഖദറുടെ പുലരണ്ടേ? ലിയൽഖൽ ഇമാമുൽ ഇബ്നു അത്താഇല്ലാഹി റബ്ബഹു മുഹിബ്ബൻ റാദിയൻ അൻഹു. അല്ലാഹുവിനെ തൊട്ട് മുഹിബ്ബായിക്കൊണ്ടും റാദിയായിക്കൊണ്ടും അല്ലാഹുവിനെ കണ്ടുമുട്ടി. വഖത്ത് തുവഫിയ ബിൽ മദ്രസത്തിൽ മൻസൂരിയത്തി ഫിൽ ഖാഹിറ. ഖാഹിറത്തിൽ എന്താ ഫീ സാലിസി അശറ ജുമാദൽ ആഖിറ സനത 709. അപ്പം എത്ര വയസ്സുണ്ടെന്ന് ജന്മം പറയാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായി കിട്ടുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടാവും. മിറാത്തുൽ ജനാൻ പരിധി നോക്കണം. അപ്പോൾ പരക്ക് വാങ്ങിയിട്ടുണ്ട് അത് ഇല്ല. മിറാത്തുൽ ജമാൽ ജിനാൻ ഷാഫിമാൻ്റെ. അപ്പോൾ എത്ര കൊല്ലായി ഇപ്പോൾ? ആ നസ്ർ മായത്തിനെ വാങ്ങി. അതിന് പരിധി നോക്കിയിട്ടില്ല. കിട്ടീനാ 709. ഇപ്പം എത്ര കൊല്ലായി? ഇപ്പം 1446. 700 ചില കൊല്ലായില്ലേ ഉണ്ടല്ല. ഖുർആനായത്തിൽ പറഞ്ഞ അത്ര ആ പറയപ്പെട്ട ആൾ നമ്മളെ കൂട്ടത്തിലില്ല, പരിസരത്തും ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് മറുപടി കിട്ടി. ആ അങ്ങനെ എത്രണ്ടോ ഖബറൊന്ന് മറുപടി കൊടുത്തത്. ഖബറിന് കിതാബ് ഓതി കൊടുത്താൽ ചരിത്രം. സബീദ് ഇമാമിൻ്റെ കിതാബില്ലേ തബക്കാത്ത്, ഒരു തബക്കാത്തുണ്ട് അവർക്ക് 300ഓളം പേജുണ്ട്. 320 ഔലിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു. യമനിൽ മാത്രമുള്ള
അതാ ഞാൻ നോമ്പിന് തേച്ചും വായിച്ചു തീർത്ത് ഉസ്താദിൻ്റെ കിതാബായിരുന്നു അഹമ്മദ് ഉസ്താദിൻ്റെ തബഖാത്തുൽ ഖവാസ്. നമ്മളെ സബീദ് ഇമാം എന്ന് പറഞ്ഞാൽ ആരാന്ന് ഇത്തിഹാഫ് എഴുതിയില്ലേ, ഹിജന്റെ ഷറഹ് എഴുതി ഉണ്ടാ ഓരോ അനുഭവത്തിലുള്ള 320 ആളെ ഉണ്ടിരുന്നു. ഇനി കുറേ പറയാനുണ്ടെന്നുണ്ട്. പക്ഷെ ഒരാളുടെ ചരിത്രത്തിൽ നിന്ന് അവർ ഒഴിവാകാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഈ കിതാബ് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞു. എത്ര കൊല്ലായി? 1446 ഇപ്പോൾ 750 കൊല്ല. അപ്പം 750 കൊല്ലായി ജനനം കൊടുത്തുന്ന അത് ഇബ്നു അബ്ബാദിൻ്റെ തന്നെ. അത് ഇബ്നു അബ്ബാദിൻ്റെ ഇരിക്കും. അത് പറഞ്ഞിട്ടുണ്ട്. തർജുമത്തുൽ മാത്തിൻ ഇതിലുണ്ട്. എവിടെയെങ്കിലും 658. അപ്പൊ അത് കൂട്ടുക 658 ഒമ്പത്തിലേക്ക് കൂട്ടുക 750. അപ്പൊ 58 പോയിട്ട് 58 ജനിച്ചത്. 58 പോയിട്ട് 42 അവിടെ 700ലേക്ക് ബാക്കിയുണ്ട്. 780. 6, 5, 8 ഒപ്പാത്ത കണക്കൂട്ടറാ എനിക്ക് ഈച്ചൊക്കെ എട്ടെന്ന്. ജനനോ 51 വയസ്സ്, ചെറിയ വയസ്സേ. അതേപോലെ ഈ ഷാരിൻ്റെത് 60 വയസ്സാണ്. മൂപ്പറ മുരീദ് തന്നെയാണ്. ഇതിനകത്തല്ലേ തങ്ങൾ നേരെ മുരീദ് തന്നെയാണ് ഈ ഷറഹ്. അതുകൊണ്ടാണ് ഈ ഷറഹിന് മുൻഗണന കൊടുത്തത്. ഷെയ്ഖിൻ്റെ ബക്കൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനം വേണ്ട പോലെ പഠിച്ചോളാം. ودفن بالقرابة المباركة رحمه الله تعالى ورضي عنه وترك وراءه مدرسة تربوية عريقة. മുബറദാക്കി മനുഷ്യനെ തർബിയത്ത് ചെയ്യാനുള്ള വലിയൊരു മദ്രസ തന്നിട്ടാണ് പോയിരിക്കുന്നത്. കാന അർസദ ഐമഹ ബിൽ ഹിക്കം. ഹിക്കമിലാണ് അതിൻ്റെ ഉച്ചടിച്ചിരിക്കുന്നത്. അല്ലതി ഷാഅദിക്കുഹ. ഇത് അതിൽ മറ്റേ ഇല്ല, നമ്മളിപ്പോൾ ഓതിയതിന് ഇതുണ്ടായിട്ടില്ല. അതേ സ്ഥലത്തിൽ ഈ ഇത്തരം ചരിത്രം മറ്റേനില്ല. അതിൽ ഷർക്കാവി ഉണ്ട്. അതെ, അത് മത്തിന് മാത്രം മുതൽ തുടങ്ങുന്നു. ഇത് പുറമേ കൂട്ടിയതാണ്. മൂപ്പര ചരിത്രങ്ങളും ഈ കിതാബിനെ പറ്റി പരിചയപ്പെടുത്തലും പിന്നെ അബുൽ അബ്ബാസ് മുർസിൻ്റെ ചരിത്രങ്ങൾ, ഷാരിഹിൻ്റെ ചരിത്രങ്ങൾ, പിന്നെ കിതാബ് എവിടുന്ന് കിട്ടിയെന്നുള്ള ഓരോ ഇതുണ്ടാകുമല്ലോ. 6 കോപ്പി പരിശോധിച്ചിട്ട് ക്ലിയർ ചെയ്താന്ന് അവർ പറയുന്നത്. അതുകൂടെ വന്നിട്ട് അത് വിഭാഗം നോക്കി തിരിച്ചു അറ്റം പറത്തി. ഇത് പേജ് അധികമുണ്ട്. മറ്റേത് 200 പേജ്, 202 പേജുണ്ട്. ഒന്നാം ജ്യൂസ് 100, മറ്റേ 102. നിങ്ങൾ ആ കിതാബ് കാണിച്ചു കൊടുക്കുക. അത് വാങ്ങിയാൽ സർക്കാവിയും കൂടെ അതാണ് ചെയ്യും. എൻ്റെ ബാഗിലല്ല. അപ്പം അതാണ് ഇത് എല്ലാ ബുക്ക്ഷോപ്പും കിട്ടുന്നുണ്ട്. പക്ഷെ താണ് കടലാസാണ്. താണത് തന്നെ അത്തണത് എന്ന് പറയണം. ഏറ്റവും താണത് തപ്പണിയിലേക്ക് ഇത് കോഴിക്കോട്ടെന്ന് വാങ്ങിയെന്നു. ഇതാരെന്നല്ല നമ്മുടെ മുബാറക്ക് ഉണ്ടാകുന്നു. ഇതന്നെ ഇത് അത് മറ്റൊന്നും സർഹം തന്നെ. പക്ഷെ ഇതിൽ സർക്കാവിയുണ്ട്, അതിൽ സർക്കാവിയുണ്ട്. അതിൽ മുസന്നിഫിന്റെ കുറച്ച് പരിചയമുണ്ട്. ഇതിലില്ല. എല്ലാത്തിനും കൂടുതൽ ഇത് പറ്റിക്കാൻ കിട്ടുമോ? ഇനി നിസ്കരിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മടിയുണ്ടെങ്കിൽ വേണ്ട. എനിക്ക് മടിയില്ല, മടിയിലെസ്.
ഹലാനെ കുറച്ച് നീട്ടാൻ പറഞ്ഞേ ലൈനായിട്ട്. ഒന്നാമത്തേല് മദ്ദില്ല, രണ്ടാമത്തേൽ മദ്ദ് വെച്ചു. പുളി കൂടുതലല്ല. രണ്ടാമത്തെ മസാലക്ക് കട്ടയിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെടും. ദിവസം കുടിക്കണമെന്നാണ്. ഉണ്ടാക്കണം. നമുക്കിച്ചിട്ട് വേഗിരിക്കാം. വേഗിയാൽ ഒമാതിൽ ഒപ്പിത്തതിൻ്റെ അളവ് ഹെസത്തിന് കാര്യത്തിൽ ഇത് അന്ന് മുമ്പാകും 55 ഇപ്പം 100 നോക്കാൻ വായിക്കാൻ എളുപ്പമെന്നല്ല സാർ, വായിക്കാൻ എളുപ്പം.